ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കാണാൻ പോകുന്ന ബൊറൂട്ടോ നാറൂട്ടോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് 83, 84, 85, 86 ആണ്. അങ്ങനെ നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോകാൻ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നല്ല അടിപൊളി എപ്പിസോഡുകളാണ്. നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല, ഞാൻ അത്ര ഡീറ്റെയിൽ ആക്കി കൊളാക്കാൻ പോകാത്ത കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് ബെറ്ററായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പോവാം. നമ്മളെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കൂ വന്നിട്ട് നമ്മളെ ഒനോക്കിൻ്റെ അടുത്ത് താഴെ വണങ്ങി അച്ഛ അതായത് മാസ്റ്റർ എന്ന് വിളിച്ചതാണ്. എന്ത് മാസ്റ്ററോ? നിങ്ങളവരുടെ മാസ്റ്ററാണോ? അപ്പോൾ നിങ്ങളാണോ മിത്സുക്കിനെ കൊണ്ടുവന്നത്? അന്ന് നിങ്ങൾ മിത്സുക്കിനെ കണ്ടതിന് ശേഷമാണോ കൊണ്ടുവന്നത്? നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്ന രീതിയിലൊക്കെ ബൊറൂട്ടോ ചോദിക്കുകയാണ്. എനിക്ക് നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് ഒനോക്കി പറയുന്നത്. നമ്മളുടെ പ്ലാൻ എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ടെന്നാണ് കൂ പറയുന്നത്. അപ്പോഴത്തേക്കും ഇത് കേട്ട ഒനോക്കി അങ്ങനെ തന്നെ പോട്ടെ, ഒന്നിലും ഒരു തടസ്സവും വരുത്തണ്ട, ഇനി അങ്ങനെ തന്നെ പൊക്കോട്ടെ എന്ന് പറയണത്. എന്ത് നിങ്ങളാണോ ഇതിനെല്ലാം പുറകിൽ? ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന് നമ്മളുടെ അക്കത്സുചി പറയാണ്. അക്കത്സുചി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ബൊറൂട്ടോ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളുടെ ഒനോക്കിയോട് സംസാരിക്കാനായിട്ട് മുമ്പിലേക്ക് വരികയാണ്. അങ്ങനെ മുമ്പിലേക്ക് വരുന്നത് പിടിക്കാതെ കൂ എന്ത് ചെയ്യാണ്, ബൊറൂട്ടിനെ ലോക്ക് ചെയ്ത് അടിച്ച് താഴ്ത്തി തറയെ പിടിച്ച് കഴുത്തിലൊരു കിണായും വെക്കുകയാണ്. ഈ സംഭവം കണ്ട് അക്കത്സുചി പറയാണ്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. ബൊറൂട്ടോ ആരാന്നറിയാലോ, നറൂട്ടോയുടെ മോനാണ്, നറൂട്ടോ എന്ത് ചെയ്യുമെന്നറിയാലോ ഇത് അറിഞ്ഞാലെന്നൊക്കെ. ആ ഒരു സമയം ഒരുപാട് അക്കൂട്ടന്മാർ അവരെയും ചുറ്റിവലയാണ്. ഒനോക്കിയാണെങ്കിൽ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, ബൊറൂട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ട നാശത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല ചെയ്യുന്നത്, ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആ പിള്ളേരോട് എങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, എനിക്ക് പോലും മനസ്സിലാവുന്നത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഇതൊക്കെ എത്ര അപകടമാണെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മളെ അക്കത്സുചി പറഞ്ഞു വരുമ്പോൾ തന്നെ ഒനോക്കി പറയണത്, നിങ്ങൾ ആരെന്നാ നിങ്ങളുടെ വിചാരം? ഞാൻ പഴയ സുച്ചിക്കാക്കയാണ്, എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന രീതിയിലൊക്കെ. അപ്പോഴത്തേക്കും അത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ മാൻഷനെ കാണിക്കുന്നത്, സുജിക്കാകയുടെ മാൻഷനിൽ. അപ്പോൾ അവിടേക്ക് ഒരു കോള് വരാണ്. അത് പോയി എടുക്കുന്നത് നമ്മളുടെ കൊനോട്സുജിക്ക് വരുന്ന കോളാണ്. കൊനോട്സുജിയാണ് ഇത് എടുക്കുന്നത്. കൊനോട്സുജി സംസാരിക്കുമ്പോൾ നമ്മളുടെ നറൂട്ടോയാണ് റിപ്ലൈ കൊടുക്കുന്നത്. അതായത് ഞാൻ അങ്ങനെ വിളിച്ചത് ഈ പ്രശ്നം പറയാനായിട്ടാണ്. നമ്മളുടെ അവിടെ നിന്ന് ഒരു ഗെനിനെ നിങ്ങളുടെ വില്ലേജിൽ ചേർന്ന ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയി. അതിൻ്റെ പുറകെ കുറച്ചധികം ഗെനിൻസ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2 ടീമാണ് ഏകദേശം വന്നേക്കുന്നത്. അതിലൊരു ടീമിൻ്റെ ഗെനിനാണ് പോയേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഫർദർ ആയിട്ടുള്ള, അതായത് മുമ്പോട്ടുള്ള ആക്ഷൻസ് നിങ്ങൾ എടുത്തോന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നമ്മളുടെ കാഗെ ഇവിടെ ഇല്ല, കാഗെ പോയേക്കാണ്, കാഗെ പോയിട്ട് വന്നേക്കുമ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരു ട്രിപ്പിന് പോയേക്കാണെന്ന് പറയാം. അപ്പോൾ നറൂട്ടോയും ഷിക്കമാറും ഇത് ട്രിപ്പോ ഈ ഒരു സമയത്തോന്ന് നോക്കുകയാണ്. അതേസമയം നമ്മളുടെ കൊനോട്സുജി കാണിക്കണം. കൊനോട്സുജി ഇത് വേണം എന്ന് വെച്ചിട്ടൊന്നും അല്ല പറഞ്ഞത്. കിറാറ ചെയ്യാൻ പറഞ്ഞ് കിറാറ ഗെഞ്ചുത്സുവിൽ പെടുത്തി കളഞ്ഞിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ വില്ലേജിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരെയും ഇവരെ ഗെഞ്ചുത്സുവിൽ പെടുത്തിയേക്കാണ്. നറൂട്ടോയ്ക്കും ഷിക്കഡായിക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും നമ്മളുടെ കൊനോഹമാറ പോയേക്കല്ലേ, ഇൻഫർമേഷൻ അവൻ തരട്ടെ എന്ന് പറയാണ്. നമ്മുടെ അൻപു ഡ്രസ്സൊക്കെ ഇട്ടാണ് നമ്മളുടെ കൊനോഹമാർ പോയേക്കണത്. അൻപു ഡ്രസ്സിൽ കൊനോഹമാർ പോയി അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ കുറേ അധികം ഈ വില്ലേജിലെ ആൾക്കാരെ കാണാണ്. ഇതാണ് നമ്മുടെ ചോജോയും ഇനോജിനും മുമ്പ് കണ്ടത്. അപ്പോൾ എന്താണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് പോളിലേയും ചോദിക്കുമ്പോഴാണ് കൊനോഹമാറിന് മനസ്സിലാവുന്നത് പാരലൈസ്ഡ് ആണ്. ഓ, അപ്പോൾ എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഗെഞ്ചിറ്റ്സുവിലെ കിറാറ പെടുത്തേക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും അതേസമയം ഇവിടെ കാണിക്കുകയാണ് കൂ നമ്മളുടെ ബൊറൂട്ടോയുടെ കൈ പിടിച്ച് വളച്ചൊടിക്കുന്ന രീതിയിലാണ്. അക്കത്സുചി പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യരുത്, അവൻ ആരാന്ന് നിനക്ക് അറിയുമെന്ന്. ആരായ എനിക്കെന്താ, എനിക്കെൻ്റെ മാസ്റ്ററാണ് വലുത് എന്ന രീതിയിലാണ് കൂ നിൽക്കുന്നത് കേട്ടോ. അക്കൂറ്റാണെങ്കിലും ഒന്നും സംസാരിക്കുന്നില്ലെങ്കിൽ അത്രയും കൊടൂര രൂപത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബൊറൂട്ടോ ചോദിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ഇത് തന്നെയാണ് അക്കത്സുജിയും ചോദിക്കുന്നത്. ഇതെല്ലാം കണ്ട് സഹിക്കാൻ വയ്യാതെ നിൽക്കുകയാണ് സാറാട. ഇപ്പോൾ വിട്ടുകൊടുത്ത ഇയാളുടെ മണ്ട അടിച്ച് തിരിക്കും സാറാട. അപ്പോഴത്തേക്കും ഇയാൾ പറയാണ്, നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇപ്പോഴത്തെ ജനറേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ? ഒരിക്കലും പറ്റൂലല്ലോ. നിങ്ങൾ കാരണം എത്ര ഷിനോബീസാണ് മരിച്ചു പോയത്. അതിനൊന്നിനും നിങ്ങൾക്ക് ആർക്കും ഉത്തരവാദിത്വം പറയാനോ ഒന്നിനും വയ്യല്ലോ എന്ന രീതിയിൽ പറയാണ്. കൂ പറയാണ്, ഇവനെ തീർത്തളയട്ടെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്, അവനെ വിട്ടേക്കുക, അവനും നിന്നെ പോലെ പാവമാണെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഒനോക്കിയോട് നമ്മളുടെ ബൊറൂട്ടോ പറയാണ്, പാവമോ ഭയങ്കരമോ എനിക്കറിയണ്ട, എനിക്കിങ്ങനെയുള്ള എക്സ്പെരിമെൻസിൽ നിന്ന് ഒരു താല്പര്യമില്ല, നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും നടക്കാൻ പോകണില്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് ഒനോക്കിയുടെ മുഖത്ത് നോക്കി നല്ല കട്ട ധൈര്യത്തിൽ നമ്മളുടെ ബൊറൂട്ടോ പറയാണ് കേട്ടോ. ഒനോക്കിക്ക് അതൊട്ടും പ്രതീക്ഷിച്ച സാധനമല്ല. ഞാനിത് ചെയ്യുന്നത് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയാണ്. എന്ത് ഞങ്ങൾക്ക് വേണ്ടിയോ? ഞങ്ങളെ നോക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ലേ എന്ന രീതിയിൽ ബൊറൂട്ടോ പറയാണ്.
അപ്പോഴാണ് ഒന്നോക്കി പറയുന്നത്, ഇപ്പോഴത്തെ ജനറേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലത്തുള്ള രൂപങ്ങളെ സൃഷ്ടിക്കുന്നതെന്ന്. ഇതുപോലത്തുള്ള സാധനങ്ങളോ എന്ന രീതിയിൽ ആരും നോക്കുകയാണ്, ഷിക്കഡായും നോക്കുകയാണ്. അത്രയും ടെററായിട്ടുള്ള സാധനങ്ങളെ ഉണ്ടാക്കിയാണോ നിങ്ങൾ നേഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, യൂത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന് ബൊറൂട്ടോ അങ്ങോട്ട് തലക്കടിച്ച പോലെ ചോദിക്കുമ്പോഴും, അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു സാധനത്തിന് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുമ്പോഴും ഒന്നോക്കിക്ക് ഒന്നും തന്നെ പറയാനില്ലെന്ന് തന്നെ പറയാം. അതേസമയം ഇവിടെ കാണിക്കുകയാണ്, ഇവിടെ നമ്മളുടെ മിറ്റ്സുക്കിനെ കൊണ്ടുവന്നേക്കാണ്. മിറ്റ്സുക്കിയെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നമ്മളുടെ കൂനെ കാണിക്കാമെന്നാണ് പറഞ്ഞേക്കാണ്. കൂ ഒനോക്കിനെ കാണാൻ പോയേക്കാണല്ലോ. അങ്ങനെ മിറ്റ്സുക്കി ഇങ്ങനെ നടക്കുമ്പോൾ മിറ്റ്സുക്കി എന്ത് ചെയ്യണമെന്നൊന്നും അറിയാവേ, ഇവിടെ ഒരു സ്ഥലവും പരിചയമില്ല. അങ്ങനെ ഷെക്കിക്കിനെ കാണുകയാണ്. ഷെക്കിക്ക് പറയാണ്, ലോർഡ് കൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ ഇവിടെ മുഴുവൻ ചുറ്റി കാണിക്കാനായിട്ട്. അതായത് ലോർഡ് കൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്യാനായിട്ട്. നമ്മളെ മിറ്റ്സുക്കിയെ തിരക്കിയാണ് ഷെക്കിക്ക് വന്നത്. അങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് കൊണ്ടുകിടന്ന് കാണിക്കുകയാണ്. ഇത് കാണാൻ പാറയിൽ കൊത്തിയെടുത്ത മാതിരി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതെ ഉണ്ട്, അങ്ങനെ തന്നെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ്. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളായിട്ട് പോവാണ്. അക്കൂറ്റിരിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ ഇവരുടെ റൂം ഒക്കെ കൊണ്ട് കാണിക്കുകയാണ്. ആദ്യം തന്നെ മിറ്റ്സുകിയെ കൊണ്ടുപോയിട്ട് ഒരു റൂം കാണിക്കുകയാണ്. ഇതാണ് നിൻ്റെ റൂം, നീ ഇവിടെയാണ് നിൽക്കാൻ പോകുന്നത്. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിനക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് തരാം എന്ന രീതിയിൽ പറഞ്ഞിട്ട് പോവാണ്. നീ കുറച്ച് നേരം റെസ്റ്റ് എടുത്തോന്ന് പറയുമ്പോൾ ആവശ്യമില്ലെന്ന് പറയാണ്. എന്നിട്ട് ഇവർ മുഴുവൻ ചുറ്റി നടന്ന് കാണാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെയാണ് അക്കൂറ്റകളെ വെച്ചേക്കുന്നത്. അക്കൂറ്റകൾ അവിടെ നിന്നും ഇവരുടെ അനക്കം കേട്ട് പൊങ്ങി വരുന്നുണ്ട്. വെള്ളത്തിൽ നിന്ന് ബുളുബുള്ളൂന്ന് പൊങ്ങി വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇത് കാണുമ്പോൾ ഒരു മൃഗത്തിനെ പോലെ ഉണ്ടാവും, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മളുടെ അക്കൂറ്റെ പറ്റി പറയുകയാണ്. അക്കൂറ്റ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നമ്മളെപ്പോലെ അവനെ ഉണ്ടാക്കുന്നത് എന്ന്. എൻ്റെ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെയും ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ അതുപോലെ ഉണ്ടാക്കുന്നതാണെന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചും അങ്ങനെ ഒരു ഓർഡേഴ്സും ഇല്ലല്ലോ, അക്കൂറ്റകൾക്ക് നമ്മൾ ആ ഓർഡർ കൊടുക്കുന്നതെന്ന് പറയുകയാണ്. നിനക്ക് ഓർഡറൊന്നും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓർഡറൊന്നും ഇല്ല എന്ന രീതിയിൽ അവൻ പറയാണ്. മിറ്റ്സുക്കി പറയണ, എന്താ നിനക്ക് എന്തെങ്കിലും തോന്നാറുണ്ടോ, നിന്നെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറയണം. മിറ്റ്സുക്കിക്ക് ആ ഒരു ചോദ്യത്തിനായിരുന്നു ഉത്തരം വേണ്ടുന്നത്. അക്കൂറ്റനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടത്തേക്ക് നമ്മളുടെ കൊക്കോയോയും അതുപോലെ തന്നെ കക്കോയും വരുന്നത്. കൊക്കോയും കക്കോയും വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്, ഇവിടെ കൂടുതൽ ചുറ്റി കളിക്കേണ്ട, ഇടിച്ച് മൂക്കിൻ്റെ പാലത്തിൻ്റെ വഴി തെറ്റിക്കുമെന്ന് പറയാണ്. അപ്പോഴത്തേക്കും പറയാണ്, ഇതാണ് കൂ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഷെക്കിക്ക് മിറ്റ്സുക്കിനെ നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട് പോവാണ്. ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞോ ലോഡ് കൂ എന്ന രീതിയിൽ ഇവർ നിൽക്കുകയാണ്. ഇത്തിരി അടുപ്പം കൂടുന്നുണ്ട് ഇവൻ എന്ന രീതിയിലും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളുടെ ബൊറൂട്ടോ എടുത്ത് കാണിക്കുകയാണ്. ബൊറൂട്ടോ മാത്രമല്ല അവർ ഷൗട്ട് ചെയ്യുന്നത്, നമ്മളുടെ സറാഡയും ഷൗട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങൾ പറയുന്നത്, ഇതുപോലെ ഒരു വലിയ രൂപത്തിനെ ഉണ്ടാക്കിയിട്ട് ഇത് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണോ പറയുന്നത്, ഇതിന് എന്ത് ഫീലിങ്സ് ഉണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത്, ഇത് എന്തുകൊണ്ട് വയലേറ്റ് ചെയ്തുകൂടാ എന്ന രീതിയിൽ പറയാണ്. അതായത് വയലൻ്റ് ആയിട്ട് നിങ്ങൾ പറയുന്ന നിയമങ്ങൾ തെറ്റിച്ച് മുമ്പോട്ട് പൊക്കൂടാന്ന് പറയാണ്. ഇല്ല ഞാൻ അങ്ങനെ ഒന്നും വിചാരിക്കുന്നില്ല, ഇത് ഞാൻ പറയുന്നത് പോലെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അങ്ങനെയാണ് ഞാൻ അതിനെ പ്രോഗ്രാം ചെയ്തേക്കുന്നതെന്ന് പറയണം. അതായത് അത് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയണം. ബൊറൂട്ടോയും ഷിക്കഡായും അതിനെ എതിർക്കാണ്. നല്ല കട്ട രീതിക്ക് ഇവന്മാരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും ഓണോക്കിക്ക് ഓരോ ഉത്തരവും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ് ഗുണം, ഇത് നമ്മളുടെ ജനറേഷൻ തന്നെ സംശയിക്കുന്ന രീതിയിലല്ലേ എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല, ഇതിൻ്റെ പുറകിൽ വലിയ കഥയുണ്ടെന്ന് പറയണം. അതായത് ഇപ്പോൾ ഓട്ടോട്സുക്കിയുടെ അറ്റാക്ക് നടന്നില്ലേ, അപ്പോൾ ഒരുപാട് യങ് ജനറേഷനിൽ ആൾക്കൊന്നും പറ്റിയില്ല, അതുപോലെ പറ്റാനുള്ളതായിരുന്നു. ആരൊക്കെയോ 2 പേര് ചേർന്നിട്ടല്ലേ രക്ഷിച്ചെന്ന രീതിയിൽ പറയാണ്. 2 പേരോ എന്ന രീതിയിൽ ബൊറൂട്ടോ ചോദിക്കുമ്പോൾ ഇയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാണ് ഒനോക്കിക്ക്. കാരണം ഒനോക്കി ചിന്തിക്കുന്നത് എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ്, ഇവരെ കൊണ്ട് ഒന്നിനും പറ്റൂല എന്നാണ് ഒനോക്കി വിചാരിക്കുന്നത്. അപ്പോൾ ഒനോക്കി വിചാരിക്കുന്ന പോലെ അല്ല എന്ന് ഒപ്പോസ് ചെയ്ത് നമ്മളുടെ ആരെങ്കിലും പറയാണ്, അത് ബൊറൂട്ടോയോ അതുപോലെ തന്നെ അക്കച്ചുച്ചോ പറയുമ്പോൾ അതിനെ എതിർക്കാണ് ഒനോക്കി. അത് കണ്ടതും കൂവിൻ്റെ ദേഷ്യം വരെയാണ്. ഒനോക്കിക്ക് ദേഷ്യമോ, എന്നാൽ എനിക്ക് നിന്നോടും ദേഷ്യമാണെന്ന രീതിയിൽ കൂ ബൊറൂട്ടോനെ പിടിച്ച് തള്ളിയിടാണ്. എന്നിട്ട് കൂ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. വേണ്ട ബൊറൂട്ടോ ചെയ്യരുത് എന്ന രീതിയിൽ ഒനോക്കിയും സറാഡയും പറയുന്നുണ്ടെങ്കിലും നോ വേ, ബൊറൂട്ടോ വിട്ട് കൊടുക്കുന്ന ഒരു ലക്ഷണവും ഇല്ല. ബൊറൂട്ടോ ക്ലോൺസിനെ യൂസ് ചെയ്യാണ്, ഒരേ ഒരു ക്യുനായല്ല ഒരേ ഒരു സോഡ് യൂസ് ചെയ്ത് ഒരൊറ്റ അടിയിൽ ആ ഒരു ക്ലോൺസിനെ എല്ലാം നശിപ്പിക്കണം. മതി നിർത്ത് കൂ എന്ന് പറഞ്ഞിട്ടും ഒനോക്കി പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കൂ നിർത്താനാണ് പറഞ്ഞത്, എന്നിട്ടും ഒനോക്കി പറഞ്ഞത് കേൾക്കുന്നില്ല. അക്കൂറ്റയും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ജോജോയും വെറുതെ വിടുന്നില്ല, ബോഡി എൻലാർജ് ചെയ്ത് തന്നെ ബൗൺസ് ചെയ്ത് തന്നെ കറങ്ങി വന്ന് അടിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അക്കൂറ്റമാരെ എല്ലാം തെറിപ്പിച്ച് ദൂരെ കളയുന്നുണ്ട്. എന്നിട്ടും അക്കൂട്ട എടുത്ത് നിർത്താൻ പറയണോ നോക്കി, നിർത്താ കൂട്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നതേ ഇല്ല. ബൊറൂട്ടോ ആണെങ്കിൽ റസങ്കനൊക്കെ എടുത്ത് ഒരൊറ്റ
അടിയാണ്. വാ, അടിപൊളിയായിട്ട് അക്കൂട്ടയുടെ നെഞ്ചത്തടിച്ച് വീണു. വീക്ക് പോയിന്റ് അതാണെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളുടെ സറാട അതിൻ്റെ മാസ്കിൽ അടിച്ച് വീഴ്ത്തിയപ്പോഴാണ് അത് വെറും മണ്ണായിട്ട് മാറിയത്. അത് കണ്ട ഷിക്കഡായി പറയണ വീക്ക്നെസ് മാസ്ക് ആണ്, ഇനി അത് ടാർഗറ്റ് ചെയ്താൽ മതിയെന്ന്. വെള്ളത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും പല സ്ഥലത്തു നിന്ന് അക്കൂട്ടന്മാർ കറങ്ങി തിരിഞ്ഞ് വരികയാണ്. അപ്പോഴത്തേക്കും ബൊറൂട്ടോയ്ക്ക് നേരെ എർത്ത് സ്റ്റൈൽ യൂസ് ചെയ്യാണ് കൂ. ഒരു വലിയ ബാരിയർ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിൽ ബൊറൂട്ടനെ ആക്കുകയാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്ത് അതിൽ നിന്നും ബൊറൂട്ടനെ ഇറക്കാനായിട്ടും പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും നമ്മളുടെ അക്കട്സുച്ചി എന്തിയാണ് ഗോലം യൂസ് ചെയ്യാണ്, എർത്ത് സ്റ്റൈൽ. അങ്ങനെ ഗോലം വെച്ച് അത് തകർത്ത് അതിൽ നിന്നും ബൊറൂട്ടനെ പുറത്തു കൊണ്ടുവരാണ്. അപ്പോൾ ഇത് കണ്ട നമ്മളുടെ ഷിക്കഡായി പറയാണ് എല്ലാവരും കറക്റ്റ് നമ്മളുടെ ആ ഒരു മീറ്റിംഗ് സൈഡിലേക്ക് വരണം, ഇവിടെ നിന്ന് മാറണമെന്ന്. അങ്ങനെ നമ്മളുടെ പാർട്ടിക്കൽ സ്റ്റൈൽ യൂസ് ചെയ്ത് ആ ഒരു ഗോളത്തിന് തന്നെ നശിപ്പിച്ചു കളഞ്ഞ കണക്കൂ. ഇത് എല്ലാം പഠിപ്പിച്ചു കൊടുത്തത് ആരാ? ഓനോക്കി. അതിപ്പോൾ ഓനോക്കിയുടെ മുമ്പ് തന്നെ കാണിച്ചു കൊടുക്കുകയാണ് വേറെ രീതിയിൽ ഞാൻ നീ പണയണ കേൾക്കൂലെന്ന്. അങ്ങനെ പില്ലറിൽ പോയി അടിച്ച് പില്ലർ തന്നെ തകർന്ന് ഓനോക്കിയുടെ മണ്ടയ്ക്ക് വീഴാൻ പോവാണ്. ജസ്റ്റ് മിസ് തല പൊളിഞ്ഞനെ ബൊറൂട്ടോയാണ് വന്ന് രക്ഷിക്കുന്നത്. എന്നാൽ തന്നെയും ഓനോക്കിയുടെ ആ ഒരു വെഹിക്കിളില്ലേ, അവർ വണ്ടി ഇരുന്ന് പോണ ജെറ്റാണകത്തെ, അത് തകർന്നു പോവാണ്. അക്കട്സുച്ചിയും അതുപോലെ തന്നെ കൂവും നേർക്ക് നേരെ വരാണ്. അതേസമയം ഷിക്കഡായും സറാഡയും ഒക്കെ ഓടിപ്പോവാണ്. ചോച്ചോയൊക്കെ അതിൽ ഷിക്കഡായിനെ ആരെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ്, നമ്മളുടെ അക്കൂട്ടെ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. അതേസമയം സറാഡയും ചോച്ചോയും അവിടെ നിന്നും രക്ഷപ്പെടാണ്. അപ്പോഴാണ് നമ്മളെ മിത്സുകിനെ കാണിക്കുന്നത്. മിത്സുകിയും അതുപോലെ തന്നെ നമ്മുടെ ഷെക്കിക്കും നടന്നു വരുമ്പോൾ കാക്കോയും അങ്ങനെ പോവുകയാണ്. അപ്പോഴത്തേക്ക് എവിടെ പോകുന്നു എന്ന് നമ്മളുടെ ഷെക്കിക്ക് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവർ പറയാണ് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ്, നീ അതായത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളുടെ മിത്സുകിയുടെ വില്ലേജിൽ നിന്ന് കുറച്ച് പേര് വന്നില്ലേ, അവർ ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അത് നോക്കാനാണ് പോകുന്നതെന്ന്. എന്നിട്ട് മിത്സുകി ഒന്ന് മൈൻഡ് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് പോവാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ മിത്സുകിനെയും കൊണ്ട് ഷെക്കിക്ക് അവൻ്റെ മുറിയിലേക്ക് പോവാണ്. അവിടെ ഒരുപാടധികം ഡ്രോയിങ്സ് വരച്ചു വെച്ചിട്ടുണ്ട്. കിറാറ, ഷെക്കിക്ക്, നമ്മളുടെ കാക്കോ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഡ്രോയിങ്സ് ഒരുപാട് വരച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൂവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഇതൊക്കെ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇവരെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്, എനിക്കാദ്യം മനുഷ്യരെ മനസ്സിലാക്കണം, എന്നിട്ട് വേണം അവരോട് ഫ്രണ്ട്സ് ആവാൻ. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് എന്നൊരു കാര്യം അവർക്കുണ്ടല്ലോ, അതുപോലെ എനിക്കും വേണമെന്നൊക്കെ പറയാണ്. അതുമാത്രമല്ല മിത്സുകി ഇരിക്കുന്നതുകൊണ്ട് മിത്സുകിയുടെ കൂടെ ഒരു ഡ്രോയിങ് വരച്ചു കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ മിത്സുകിക്കും ഒരു സന്തോഷം. പിന്നീട് ഒരു റാന്തലൊക്കെ എത്തിയ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. അവിടത്തേക്ക് നമ്മളുടെ ഷെക്കിഡായിനെ കൊണ്ടുവന്നിട്ടാണ്. അവിടെ ഒരുപാട് ടാഗ്സ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതായത് എന്തോ ടാഗൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, നമ്മൾ എസ്കേപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. പേപ്പർ ബോംബാണോന്നും അറിയത്തില്ല. അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ സുചിക്കാകെ കാണുമ്പോഴേ നമ്മളുടെ ആരൊക്കെ ഷിക്കഡായിക്ക് മനസ്സിലായി സുചിക്കാകെ ആണെന്ന്. എന്നാലും ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഷിക്കഡായി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നീ ആ ഒരു ഷിക്കമാറുവിൻ്റെ മോനാണോ എന്ന് സുചിക്കാകെ ചോദിക്കുകയാണ്. അതേന്ന് പറഞ്ഞിട്ട് ഷിക്കഡായി ആണെന്ന് പറയുമ്പോൾ ഞാനിവിടുത്തെ സുചിക്കാകെയാണെന്ന് പറയണം. അല്ല, സുചിക്കാകെ എന്താ ജയിലിനകത്ത് ഇവിടെ റെസ്റ്റ് എടുക്കുവാണോ, ഒരുപാട് പണിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതേസമയം മിത്സുകിനെയും അതുപോലെ തന്നെ ഷെക്കിക്കിനെയും കാണിക്കുകയാണ്. അവരെ കാണാനായിട്ട് ഒരു ഭ്രാന്തൻ സയൻറ്റിസ്റ്റ് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഈ ഭ്രാന്തൻ സയൻറ്റിസ്റ്റാണ് ഈ ഓരോ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, അസൂയക്കാരൻ കുശുമ്പൻ. അങ്ങനെ അവനാണ് വരുന്നത്. മിത്സുകിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ബോഡി ഫുൾ സ്കാൻ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ഒറോച്ചിമാർ വിട്ട് കൊടുക്കുക. മിത്സുകിയുടെ ഡീറ്റെയിൽസ് അറിയാം. എന്തിന് മിത്സുകിയുടെ ബ്ലഡ് ഗ്രൂപ്പ് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ, ബ്ലഡ് ഗ്രൂപ്പ് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒറോച്ചിമാറോ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം അവന് ഒരു കേസ് മാർക്കുണ്ട് അവൻ്റെ ഹാർട്ടിലായിട്ട്. അതുകൊണ്ട് ഹാർട്ടിൻ്റെ ഫങ്ഷനോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ചൊക്കം ഇവന്മാർക്ക് മനസ്സിലാവത്തില്ല. മറിപ്പോ മക്കളെ എന്ന് ഒറോച്ചിമാരുടെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞേക്കാണ് ഒരു കേസ് മാർക്കിലൂടെ. അതും അൺലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷം നമ്മളെ ഷിക്കഡായും സുചിക്കാകെയായിട്ടുള്ള കുരോട്സുച്ചി കാണിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇങ്ങനെയൊക്കെ പ്രശ്നം നടന്നു, ഇങ്ങനെ ഒരു ഗെനിൻ നമ്മളുടെ ഇവിടെ നിന്ന് മിത്സുകിയാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു. ഓ, നാറൂട്ടോ ഗെനിനെ പറഞ്ഞോളൂ, മിത്സുകി ആണല്ലേ അത് എന്ന് ചോദിക്കുകയാണ്. അതെ, മിത്സുകിയാണ് അവർ. അത് നമ്മളുടെ ഇതിൽ തന്നെ കുറച്ചധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളതും നമുക്കധികം അറിയാത്തതും മിത്സുകിനെയാണ്. മിത്സുകിക്ക് എന്തൊക്കെയോ സ്പെഷ്യാലിറ്റി ഉണ്ട്, പക്ഷെ ഞങ്ങൾക്കത് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങളിൽ ഒരാളാണ് അവൻ ഇവിടെ തട്ടിക്കൊണ്ട് വന്നത് കൊണ്ട് തന്നെ ഞങ്ങളും കൂടെ വന്നു. അതിനുശേഷം ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെയായ അക്കൂറ്റയുണ്ട്, കിറാറയുണ്ട്, അതുപോലെ തന്നെ കെക്കോ ഉണ്ട്, കൊക്കോയോ ഉണ്ട്, അതുപോലെ തന്നെ ഷെക്കിക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ പിറകിൽ അവരുടെ മാസ്റ്ററായിട്ട് കൂ എന്ന് പറഞ്ഞ ആരോ ഒരാളും ഉണ്ട്. ഇതെല്ലാം മനുഷ്യരല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ സുചിക്കാകെ പറയണം ഇതുപോലൊരു സംഭവം കാരണമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, എനിക്കറിയാം അതെന്താണ് പ്രശ്നമെന്ന്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് നമ്മളുടെ സുചിക്കാകെ ഇങ്ങനെ 2 അക്കൂറ്റന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവർ വോറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരെ വെച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർ ഫൈറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ഒനോക്കി നിർത്ത് എന്ന് പറയുമ്പോൾ നിർത്തും.
അങ്ങനെ അത് ഭയങ്കര സക്സസ് ആയിരുന്നു. എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്തു, കയ്യേട്ടൊക്കെ ചെയ്തു. അങ്ങനെ ഭയങ്കര സംഭവമായിരുന്നു. പക്ഷേ കുറച്ച് നേരം കൊണ്ട് തന്നെ അതിലൊരു അക്കൂട്ടയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ്. എന്നിട്ട് അതെന്ത് ചെയ്യാണ്, മറ്റേ അക്കൂട്ടനെ അറഞ്ചം പുറഞ്ചും എടുത്തിട്ട് അടിയോടടി അങ്ങനെ അതിനെ കൊല്ലുന്നത് വരെ അതിനെ വാശി കാണിച്ചു എന്നേ. അത് കാരണം തന്നെ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണെന്നും ഇത് നടക്കൂലെന്നും നമ്മളുടെ കാകെ പറഞ്ഞു. ഇത് ഒന്നൊക്കെ ഒരുപാട് പറഞ്ഞെങ്കിലും സമ്മതിച്ചു കൊടുത്തില്ല. ഇത് കാരണം അന്ന് ആ കൂട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ കൈ സ്റ്റോൺ ആക്കിയിട്ട് നമ്മളുടെ കാക്കയാണ് നമ്മളുടെ ഒനോക്കിനെ രക്ഷിച്ചത്. ഇല്ലാണെങ്കിൽ ഒനോക്കിനെ തന്നെ ആ ഒരു സാധനം നശിപ്പിച്ചത്. എന്നിട്ട് ഒനോക്കി തന്നെ അത് കണ്ട് സർപ്രൈസ്ഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മളുടെ ഷിക്കഡായോട് പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും ആ സാധനം ഹാംഫുൾ ആണ്, ഒരിക്കലും നല്ലതിന് വരത്തില്ല എന്ന് നമ്മളുടെ ഷിക്കഡായോട് പറയണം. എനിക്കും നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു സാധനം നല്ലതൊന്നും കൊണ്ടുവരത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യാൻ നിന്നത് എന്ന് പറയണം. നീ നിൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നുണ്ടോ ഷിക്കഡായ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് എസ്കേപ്പ് ആവുകയെന്ന് പറയാണ്. അവരവിടെ എസ്കേപ്പ് ആവാൻ പോവാണ്. അതേസമയം നമ്മളുടെ സറാഡേനെയും ചോച്ചോനെയും കാണിച്ച് അവർ രക്ഷപ്പെട്ട് പോയാൽ ചോദിച്ചാൽ ഇല്ല, 2 ഡയറക്ഷനിലായിട്ട് അവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയായിട്ട് പോലും അക്കൂട്ടയുടെ കണ്ണ് വെട്ടിച്ച് പോകാനായിട്ട് അവരെ കൊണ്ട് കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ അക്കൂട്ടന്മാരെ പുറകെ ഫോളോ ചെയ്ത് വരാണ്. സറാഡ ഒരു വിധത്തിൽ അങ്ങനെ പതുങ്ങി പോവാണ്. ബൊറൂട്ടാണെങ്കിൽ പതുങ്ങി ഒനോക്കിനെ കൊണ്ടുപോവാണ്. മുതലിൽ ഏറ്റിക്കൊണ്ടാണ് പോകുന്നത്, കാരണം ആ വെഹിക്കിൾ എപ്പോൾ ഇല്ല. അങ്ങനെ ബൊറൂട്ട ഒരു വിധത്തിൽ കിട്ടിയ വഴിയിൽ അക്കൂട്ട കാണാത്ത രീതിയിൽ എങ്ങോട്ടൊന്നുമില്ലാതെ ഓടുകയാണ്. അങ്ങനെ ആ രാത്രി കഴിയാണ്. അതേസമയം നമ്മളുടെ കൊനോഹമാരാണെങ്കിൽ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കല്ല് വീണാൽ പോലും അറിയാം അത്രയ്ക്കും സെക്യൂരിറ്റി ആണെന്ന് കൊനോഹമാറിന് മനസ്സിലായിട്ടുണ്ട്. നേരെ വിളിക്കുമ്പോൾ സുച്ചിക്കാകെ നോക്കുമ്പോൾ ഏതോ ഒരു വെട്ടം അധികമായിട്ടുള്ള ഒരു സ്ഥലത്ത് ബൊറൂട്ടനെ നോക്കുമ്പോൾ ബൊറൂട്ടനെ കാണാനില്ല. കുറച്ച് നേരം കൊണ്ട് തന്നെ ബൊറൂട്ട അവിടെ വരുന്നുണ്ട്. ഇതിൽ എങ്ങനെ പുറത്ത് പോകേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എങ്ങനെയോ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. താൻ എഴുന്നേറ്റ് നന്നായിത്താ പറ, ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോകണം എന്ന് ചോദിക്കുകയാണ്. ഞാൻ വരുന്നില്ല, നീ എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ നല്ലതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്, താൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? സമാധാനത്തിന് വേണ്ടി. സമാധാനം എന്ന് പറയാതെ എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞൂടെ എന്ന് നമ്മളുടെ ബൊറൂട്ട ചോദിക്കുകയാണ്. അതായത് ഭാവി ജനറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ബൊറൂട്ട പറയണം, ഒന്ന് പോയേ, നീ എങ്ങോട്ട് പോയിട്ടും കാര്യമില്ലെന്ന് ഒന്നൊക്കെ പറയുന്നത് കേൾക്കാതെ ബൊറൂട്ട എന്ത് ചെയ്യാണ്, അവിടെ മൊത്തം കിടന്ന് നടക്കുകയാണ്. അപ്പോൾ ബൊറൂട്ട കുറേ തേഞ്ഞിട്ടും ആ ഒരു വഴി കിട്ടിയില്ല. പിന്നെയും വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല, ഇത് പണ്ടത്തെ ഷിനോബികളുടെ ട്രെയിനിങ് ഗ്രൗണ്ട് ആയിരുന്നു എന്ന് തന്നെ, ഇപ്പോഴും ഇവിടെ ആരും വരുന്നില്ല എന്നൊക്കെ പറയാണ്. എന്നിട്ട് പറഞ്ഞത് കേൾക്കാതെ ബൊറൂട്ട പിന്നെയും പോവാണ്, കുറേ അധികം നടക്കുകയാണ്. എന്നിട്ടും ബൊറൂട്ടയ്ക്ക് ഒരു ചൂക്കം കിട്ടിയില്ല. നേരം വെളുത്തിട്ട് തുടങ്ങിയതാണ്, ഇപ്പോൾ ഉച്ച അയക്കണം. അപ്പോഴത്തേക്കും എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ ബൊറൂട്ട വന്നങ്ങ് കിടക്കണം. അപ്പോഴത്തേക്കും ഒനൊക്കെ പറയാണ്, നീ എങ്ങനെ തിരഞ്ഞിട്ടും കാര്യമില്ല, നിനക്ക് ഹാർഡ് സ്റ്റോൺ കിട്ടാതെ എവിടെ നിന്ന് പുറത്ത് പോകാൻ പറ്റുമെന്ന്. ഹാർഡ് സ്റ്റോണോ കട്ടിയുള്ള കല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഹാർഡ് സ്റ്റോൺ അല്ലട മണ്ണം കട്ടി, ഹാർഡ് സ്റ്റോൺ ഹൃദയക്കല്ല്, അതായത് ആ കല്ല് ഹൃദയത്തിൻ്റെ ഷേപ്പിലാണ്, അത് നീ കണ്ണുകൊണ്ട് തേടാതെ മനസ്സുകൊണ്ട് തേടണമെന്നൊക്കെ ബൊറൂട്ടോട് പറയുമ്പോൾ ആരാ ഈ ഒരു തേങ്ങ പറയിപ്പിക്കല് ആ ഒരു സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചേക്കണത്, എന്നെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ അവനെ ഞാൻ മണ്ടടിച്ച് തിരിക്കുമെന്ന് ബൊറൂട്ട പറയാണ്. അതാ ഈ കല്ലാണോ എന്ന് ചോദിച്ചാൽ ഓരോരോ കല്ലൊക്കെ എടുത്ത് കാണിക്കാണ്. അതൊന്നും അല്ല, നീ ഇപ്പോഴും തിരഞ്ഞെന്നും പറഞ്ഞ് എടുത്തില്ല, ഇവിടെ ഇത്രയും കല്ലുണ്ട്, ഇതിനകത്തൊന്ന് തപ്പി കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. തപ്പി കണ്ടുപിടിക്കാണ്, തനിക്കെന്താ അവിടെ തലയ്ക്ക് സുഖമില്ലെന്ന് ചോദിക്കുകയാണ്. ഞാനൊക്കെ കൊച്ചിനെ ഇവിടെ ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ട്, എന്നാൽ പിന്നെ തനിക്ക് കണ്ടുപിടിച്ചോന്ന് ചോദിച്ചാൽ എനിക്ക് കണ്ടൂടെ. ഇപ്പോൾ പണ്ട് ഇവിടുന്ന് ഇത് കണ്ടുപിടിക്കാതെ പുറത്ത് പോകാനുള്ള വഴി തെരിയത്തില്ല, അത് കണ്ടുപിടിച്ചാലേ തെളിയുള്ളൂ എന്ന് പറയണേ. എൻ്റെയൊക്കെ ഒരു ഗതിയെന്നും പറഞ്ഞ ബൊറൂട്ട എന്ത് ചെയ്യാണ്, പിന്നെയും കിടന്ന് കല്ലുകൾ പറക്കി നോക്കുകയാണ്. ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു രസത്തിന് വേണ്ടി കുറച്ചധികം ക്ലോൺസിനെ കൊണ്ടുണ്ടാക്കാൻ നോക്കുകയാണ്. അയാൾ പറയാണ്, മോനെ മക്കളെ അവിടെ കുറേ നിൻ്റെ സാധനങ്ങൾ ഒന്നും വർക്കാവത്തില്ലടാ, ടാർഗറ്റ്സും മാത്രമേ നടക്കത്തുള്ളൂ എന്ന്. ബൊറൂട്ടയാണെങ്കിൽ ഇനി എന്താ ചെയ്യുക, എവിടെ വന്ന് പെട്ടേക്കണത്, ഇത് ദുരന്തം പിടിച്ച സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ്. അപ്പോഴാണ് നമ്മളുടെ ഓണോക്കെ അടുത്ത ട്വിസ്റ്റ് പൊട്ടിക്കുന്നതും, നീ ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ കിടന്ന് ചത്തും, വെള്ളം ഇല്ലൊരു സാധനവും ഇല്ലെന്ന് പറയണം. അയ്യോ ഒന്നുമില്ലേ എന്ന് പറഞ്ഞ് ബൊറൂട്ട അന്തം വിട്ട് കൊന്തം വിഴങ്ങുവാണ്. അവിടെ കിട്ടുന്ന പെട്ടു മോനെ. അപ്പോഴത്തേക്കും അതേസമയം ഇവിടെ കാകയുടെ ബെഞ്ചിനെ കാണിക്കുകയാണ്. അത് നമ്മളുടെ അവിടെ കയറി നിൽക്കുകയാണ്. അപ്പോൾ ആണെങ്കിൽ നമ്മളുടെ കക്കുയോനെയും കാക്കോനെയും വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴത്തേക്കും അവരോട് പറയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ഇടയിലേക്ക് പോകും, അതല്ല നിങ്ങൾ ഡയറക്റ്റ് പോകണമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ കമാൻഡിൽ അക്കൂട്ടന്മാരെ പറഞ്ഞു വിടണം. കിറാറിയനെ വിളിച്ചോ, അവരാണെങ്കിൽ അവൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഗെഞ്ചുറ്റ്സുൽ കൊണ്ടുപോയിട്ട് ആൾക്കാരും അക്കൂട്ടനെ കാണാത്തത് പോലെ ആക്കാൻ പറഞ്ഞാൽ. എന്തിനാ പോണിയെന്ന് വെച്ചാൽ ഒനോക്കിനെ കാണാനില്ല, ഒനോക്കി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന്.
അപ്പോൾ കാണുന്ന ആൾക്കാരെല്ലാം തട്ടിക്കളയട്ടെ എന്ന് കാക്കോ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മളുടെ കൂ പറയാണ്, അതായത് അങ്ങനെയൊന്നും ചെയ്യില്ല, ഒന്നോക്കിയുടെ ഉത്തരവാദിത്വം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നമ്മൾ അമ്മാതിരി പരിപാടിയൊന്നും കാണിക്കരുത്, എന്തായാലും അതൊന്നും കാണിക്കണ്ടേ, ഇപ്പോൾ പറഞ്ഞത് ചെയ്യുന്നേ എന്ന് പറഞ്ഞിട്ട് പോവാണ്. ഞങ്ങൾ കൂടെ ഇറങ്ങട്ടെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങണ്ടെന്ന് പറയാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മളുടെ ലോർഡ് കൂ കാണാൻ പോകുന്നത് മിറ്റ്സുകിനെയാണ്. കാരണം മിറ്റ്സുകിനെ കാണാമെന്ന് പറഞ്ഞിട്ട് കുറച്ചധികം നേരമായിരുന്നു. നമ്മുടെ പയ്യനെ ഇയാൾ ഇതുവരെ കണ്ടിട്ടില്ല. പയ്യൻ വെയിറ്റിങ്ങിന് പണി കൊടുക്കുന്നു. അതേസമയം മിറ്റ്സുകിനെ കാണിക്കുകയാണ്. കിറാരയുടെ റൂമിൽ ചെല്ലുമ്പോൾ ഒരുപാട് ബാഗ്സ്, ക്യാപ്സ് ഒക്കെ ഇരിക്കുകയാണ്. എന്താടാ ഇതെന്ന് ചോദിക്കുമ്പോൾ കിറാറ പറയാണ്, ഇതെല്ലാം മനുഷ്യർ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, മനുഷ്യരിങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടത്തില്ലേ, എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഇല്ലല്ലോ എന്ന് ഞാൻ കണ്ടിട്ടുള്ള ആരും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് മിറ്റ്സുക്കി പറയണം. അയ്യോ, അപ്പോൾ എനിക്ക് ഏതൊരുത്ത പൊട്ട ഇൻഫർമേഷൻ തന്ന, നീ കൃത്യമായിട്ട് പറ എങ്ങനെയാണ് മനുഷ്യർ പെരുമാറുക, നീ ഇതൊന്നും നോക്കി ഇങ്ങനത്തുള്ള സാധനങ്ങളാണോ വാങ്ങിക്കുന്നത്, നോക്കി എന്നെ കണ്ട ഒരു മനുഷ്യത്തെ പോലെ അല്ലേ എന്ന രീതി ചോദിക്കുമ്പോൾ ഇല്ല, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയണം. കക്കോയും അതുപോലെ തന്നെ ഷിക്കിക്കും അതുപോലെ തന്നെ കാക്കോയും അങ്ങോട്ട് വരികയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ കക്കോയോ ഇപ്പോഴും നമ്മളുടെ മിറ്റ്സുകിയായിട്ട് അത്ര കൂട്ടില്ല. ഈ സാധനമൊക്കെ വലിച്ചെടുത്ത് ദൂരെ എറിഞ്ഞൂടെ എന്ന് കാക്ക ചോദിക്കുകയാണ്. കാക്കയല്ല കാക്കോ ചോദിക്കണം, നീ ആരാടാ അത് ചോദിക്കാൻ എന്ന് കിറാറ ചോദിക്കുകയാണ്. നിനക്ക് ഒരു ചുക്കും അറിയത്തില്ല മനുഷ്യനെ പറ്റിയെന്ന് നമ്മളുടെ കാക്കോ പറയാണ്. നിനക്ക് എന്താ അറിയാന്ന് ചോദിക്കുമ്പോൾ എനിക്കതൊക്കെ അറിയാം, നീ എൻ്റെ സാധനം ഒന്നും തൊടാൻ വരുന്നില്ല, നിൻ്റെ വൃത്തികെട്ട കൈ കൊണ്ട് എൻ്റെ ശുദ്ധമായ സാധനങ്ങളിലൊന്നും തൊടരുത് മോനെ ദിനേശ എന്ന് പറയാണ്. അപ്പോൾ കാക്ക പറയണത് അയ്യോ പണിഞ്ഞു കൊടുത്താലും മതിയെന്ന്. അതേസമയം മിറ്റ്സുകിനെ കാണിക്കുകയാണ്. ലോർഡ് കൂ നിന്നെ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അതിനുശേഷം നമ്മളുടെ ആരെ കാണിക്കുകയാണ്, നമ്മളുടെ ഇനോജിനെ കാണിക്കുകയാണ്. ഇനോജിനെ നമ്മളുടെ കുട്ടി അക്കുവും കൂടെ അവിടെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഈ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോഴത്തേക്കും അക്കുവും കൂടെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനോജിനാണെങ്കിൽ ഓരോരുത്തരുടെ പേര് വരച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവനാണ് ഷിക്കഡായി. എന്താണ് മിഠായിയോ, ഷിക്കഡായി, എന്ത് മുട്ടായി അല്ലടാ, ഷിക്കഡായിടാ. ഇതാണ് ചോജോ, ചാച്ചിയോ, ചോജോ സ്പോഞ്ചോ. അപ്പോഴത്തേക്കും നമ്മളുടെ ഇനോജിൻ പറയുന്നത് ഇടാ ഗുണ്ടുമായിട്ടിരിക്കത്തില്ലേ, ഗുണ്ടുമണിയായിട്ട് നമ്മുടെ കണ്ണമ്മ പോലെ. ഓ കണ്ണമ്മ. അപ്പോഴത്തേക്കും നമ്മളുടെ അക്കൂട്ടക്കുട്ടൻ കണ്ണമ്മ, അരെ കണ്ണമ്മ, അടി കണ്ണമ്മ, കണ്ണമ്മ. അപ്പോഴത്തേക്കും നമ്മളുടെ ഇനോജിൻ അയ്യോടാ കണ്ണമ്മ അല്ല എന്ന് പറയുമ്പോഴാണ് ചോജോയും സാറാടയും ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ചോജോയും സാറാടയും പറയണം അവരെ വിളി, ആരെ വിളിക്കാൻ എന്ന രീതിയിൽ ഇനോജിൻ ചോദിക്കുമ്പോൾ നമ്മളുടെ ചോജോ പറയാണ് വന്നില്ലേ, ആര് വന്നില്ലേ എന്നടേ. അപ്പോഴത്തേക്കും ചോദിക്കുകയാണ് ഷിക്കഡായും ബൊറോട്ടോ എന്തി ഇങ്ങോട്ട് വന്നിട്ടില്ല, ഞങ്ങളും അവരെ തിരക്കാൻ വന്നത്, ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ ചോദിക്കാൻ വന്നതാന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ അക്കു വരെയാണ് അങ്ങോട്ട്. അക്കു കണ്ടതും ഹായ് കണ്ണമ്മ, കണ്ണമ്മ നമ്മുടെ സ്വന്തം കണ്ണമ്മ എന്ന് പറഞ്ഞ് പാട്ട് പാടാൻ തുടങ്ങാണ്. അങ്ങനെ നമ്മളുടെ കണ്ണമ്മേനെ കാണിച്ച് എന്ത് ചെയ്യാണ്, പിന്നെ നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ ബൊറോട്ടോനാണ്. ചേട്ടനാകെ ക്ഷീണിച്ച മക്കളെ, അവിടെ കിട്ടുന്നു പടുവാരി, ഇനി മണ്ണ് വാരി തിന്നു നോക്കിയാലെങ്കിലും കാണാൻ പറ്റുമോ എന്ന രീതിയിലാണ് ബൊറോട്ടോ കിടക്കുന്നത്. അതുവരെ തിന്നാലും കുഴപ്പമില്ല, കാരണം വിശന്നിട്ട് വയ്യ. ഇനി സൂര്യനൊക്കെ താഴ്ത്തിറങ്ങി വന്നതാണോ, ഇതെന്താണ് സ്ഥലം എൻ്റെ ദൈവമേ എന്ന രീതിയിൽ ബൊറോട്ടോ കിടക്കുകയാണോ. ഒരു രക്ഷയില്ലാത്ത ചൂടും അതുപോലെ തന്നെ കഴിക്കാനും കുടിക്കാനും ഒന്നുമില്ല. അങ്ങനെ ദാഹിക്കുമ്പോൾ ചത്തോടാ എന്ന് പറഞ്ഞ് ദാഹിച്ചിങ്ങനെ വരണ്ട് കിടക്കുമ്പോഴാണ് മുഖത്ത് കുറച്ചധികം വെള്ളം ഒഴിക്കുന്നത്. കുറച്ച് കുടിക്കുന്നതുകൊണ്ട് മുഖത്തൊക്കെ വീഴുമ്പോൾ ഒരു ആശ്വാസം. നോക്കുമ്പോൾ നോക്കി നിന്നെ കൊണ്ടൊന്നും ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂ. എന്താ തേങ്ങയാടോ താൻ പറയുന്ന, ഒന്നാമതെനിക്ക് വയ്യെന്ന് പറഞ്ഞ ബൊറോട്ടോ ഇരിക്കുകയാണ്. അങ്ങനെ വെള്ളം കോരാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കാമല്ല. നീയൊക്കെ ഇതൊക്കെ പുസ്തകത്തിന് കണങ്ങോ എന്ന് പഠിച്ചു കാണും, പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ, ഇത് വേറെ രീതിയാണ് മോനെ എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ കോരി കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ബൊറോട്ടോ അതൊക്കെ കുടിക്കുമ്പോൾ കുറച്ചധികം ആശ്വാസം. ഇപ്പോൾ നോക്കി പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബൊറോട്ടോ നിങ്ങൾക്ക് കഴിക്കാൻ വല്ലതൊന്നും വേണമെന്ന് ചോദിച്ച് നമ്മളുടെ എന്ത് ചോദിക്കണം, ഹോട്ട് ഡോഗ്സ് അല്ല കേട്ടോ, നല്ല പുഴുവിനെ ഫ്രൈ ചെയ്ത് കൊടുക്കണം. വിറ്റമിൻസ് അതുണ്ട്, പ്രോട്ടീൻസ് ഇതുണ്ട്, ഇതിനകത്ത് മിനറൽസ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ബൊറോട്ടോ എനിക്കിത് വേണ്ടാന്ന് പറയണം. ഇല്ല നീ കഴിച്ചു നോക്ക്, നല്ല സാധനമാണെന്ന് പറയണം. എന്തായാലും വിശപ്പും. അങ്ങനെ ആദ്യം കുറച്ചൊന്നും അറച്ച് വെറുത്ത് കഴിക്കുകയാണ്. ഇത് ഈ ഒരു രീതിയിൽ നമ്മളുടെ പൊറോട്ടോ നമ്മുടെ നറൂട്ടോയുടെ അവസ്ഥയാണെങ്കിൽ പോന്നെ. അങ്ങനെ ബൊറോട്ടോ എന്ത് ചെയ്യാണ്, അത് കഴിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് ബൊറോട്ടോ കിട്ടിയതെല്ലാം മാറി കഴിക്കണം. എല്ലാ പുഴു അട്ടയം എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോകാന്ന് പറയണം.
എന്നിട്ട് ബൊറൂട്ടോട് പറയാൻ നിനക്ക് യഥാർത്ഥത്തിൽ മുള കഴിക്കാമോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഇങ്ങനെ ചെത്തിയാൽ നിനക്ക് ഇതിനകത്ത് നിന്ന് കുടിക്കാം, കഴിക്കാം, ഇത് കുപ്പിയാക്കാം, അങ്ങനെയാക്കാം, ഇതിൻ്റെ ഇല ഇങ്ങനെ ആക്കാം, അതുപോലെ തന്നെ മഷ്റൂംസ് ഒക്കെ നിനക്ക് കഴിക്കാൻ പറയുമ്പോൾ ഓടിപ്പോയി പഠിക്കാൻ പോകുമ്പോൾ കേട്ടോ മോനെ അത് വിഷം, നീ നോക്കി പറക്കി ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ കാണിച്ചു കൊടുക്കണം. മണ്ണര പുഴു എല്ലാ സാധനങ്ങളെയും കൊട്ടയിലാക്കി കൊണ്ടുവരുന്നുണ്ട് നമ്മളെ ബൊറൂട്ടോ. ഒരു സാധനത്തിനും വിടുന്നില്ല. മണ്ണരയൊക്കെ നീളമുള്ളതല്ലേ, നൂഡിൽസ് പോലെ കഴിക്കാതെ പറഞ്ഞ് കൊണ്ടുവരാണ്. പോയിട്ട് വരുമ്പോൾ നമ്മളുടെ സുചിക്കാക്കെ പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നിനക്കൊന്നും അറിയത്തില്ല, ഞാൻ അതിനായിട്ടാണ് അക്കൂട്ട അത് പറയരുത്, അത് പറയരുത്. എനിക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താ മന്ത്രി ഇതൊക്കെ വേവിച്ച് നമുക്ക് തിന്നാന്ന് പറയുന്നത്. കുറച്ച് അത് മൊത്തത്തിൽ വാരി വലിച്ച് പൊറിട്ട് തിന്നാൻ തുടങ്ങുമ്പോൾ എടാ നീ കുറച്ച് തിന്നാന്ന് പറയുമ്പോൾ ഇത്ര ഇരിക്കുകയല്ലേ നമുക്ക് ഇനിയും തിന്നാമെന്ന രീതിയിൽ പറയട്ടെ. അങ്ങനെ ബൊറൂട്ടയും നമ്മളുടെ സുചിക്കായും കൂടെ അട്ടേനെയും പുഴുവിനെയൊക്കെ തിന്നുകൊണ്ട് അവിടെ എൻജോയ് ചെയ്യാണ്. അങ്ങനെ അവർ സമാരിച്ച് രാത്രിയാവുകയാണ്, സമാരം തീരുന്നില്ല. അങ്ങനെ സുചിക്കാക്കെ പറയണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, പണ്ട് ഞങ്ങളുടെ സമയത്താണെങ്കിൽ വോർ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ വരുമായിരുന്നു, ഇതുപോലെ സർവൈവ് ചെയ്യാൻ പല രീതിയിൽ നോക്കുകയാണ്, നിങ്ങളിപ്പോൾ പുസ്തകം അങ്ങ് മിനുങ്ങുവാണ്, അങ്ങ് കലക്കി കുടിക്കുകയാണ്. നോക്ക് ഈ സ്റ്റാർസ് പോലെ ഒരു രീതിയിലും ഞങ്ങളുടെ ആ ഒരു ഇത് പരിധി ഒരു ലിമിറ്റേഷൻ ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും വലിയ സംഭവങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ സൗകര്യം കൂടിപ്പോയതിൻ്റെ കുറവുകൾ നിങ്ങളുടെ ശരീരത്തും അതുപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധിയിലും ചിന്തയിലും ഒക്കെയും ഉണ്ട്, നിങ്ങൾ എപ്പോഴും അറ്റൈൻ ചെയ്യാനുള്ള കഴിവാണിതെന്നൊക്കെ പറയാണ്. അതുപോലെ തന്നെ ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോനാണ് എന്ന രീതിയിൽ പറയാണ്. എന്നാൽ നിങ്ങൾ മാസ്റ്റർ എന്ന് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സെല്ലിൽ നിന്നും ഉണ്ടാക്കിയ ഒന്നാണ്. അതേപോലെയാണ് മിത്സുകി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, പക്ഷേ ഞങ്ങൾ അവനെ വേർതിരിച്ച് കാണുന്നില്ല എന്ന രീതിയിൽ പറയണം. അതുമാത്രമല്ല നമ്മളുടെ സുചിക്കാകിയുടെ സമയത്താണെങ്കിൽ വാറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വാർ എന്നാൽ സുമ്മാവാടാ, അത്രമാത്രം എഫേർട്ട് ഇട്ടോ അത്രയും കിട്ടിലുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഒരു വില്ലേജിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവരെ കൊണ്ട്. അപ്പോൾ വാറെന്ന് പറഞ്ഞാൽ ഒരു നല്ല സാധനം എന്നല്ല, വിജയികൾക്ക് മാത്രം അത് നല്ല സാധനമായിട്ട് മാറുന്നില്ല. വിജയിച്ചാലും നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊരു യുദ്ധത്തിൽ ജയിച്ചെന്ന് വെച്ചോ, എത്ര ആൾക്കാരുടെ ജീവനാണല്ലേ അതിൽ പോയത്. ആ കുടുംബത്തിനൊക്കെ ആ വാർ വിജയിച്ചു എന്നത് സന്തോഷമാണ്, അഭിമാനമാണ്. എന്നാലും ആ ഒരു അംഗത്തെ നഷ്ടപ്പെട്ടു എന്നത് ദുഃഖമല്ലേ. അപ്പോൾ അതൊക്കെ ഓർക്കാൻ അത്ര മെച്യൂർ അല്ല നിങ്ങളുടെ തലമുറ എന്ന രീതിയിൽ പറയണം. എന്നിട്ട് നമ്മളുടെ മിത്സുകിനെ കാണിക്കുകയാണ്. മിത്സുകി ആണെങ്കിൽ ലോർഡ് കൂനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മിത്സുകി ലോർഡ് കൂനെ കാണുന്നത്. ലോർഡ് കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ നീ ഞങ്ങളുടെ കൂടെ ചേർന്ന് ഈ സംഭവം ചെയ്യാനാണ്, എനിക്ക് നിൻ്റെ സഹായം ആവശ്യമുണ്ട്. ഞാൻ ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നോക്കി വന്നിട്ട് മാത്രമേ എനിക്ക് എന്തെങ്കിലും നിന്നോട് പറയാൻ പറ്റുള്ളൂ. എന്നാലും നീ സയൻറ്റിസ്റ്റിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റ്സിനൊക്കെ സഹകരിച്ച് കൊടുക്കണം. അവർക്കും നിന്നെപ്പോലെ ജീവൻ വെപ്പിക്കാനാണ് നോക്കുന്നത്, കുറച്ച് നാൾ മാത്രമാണ് അവർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുന്നത് എന്നൊക്കെ പറയണം. അപ്പോൾ മിത്സുകി ചോദിക്കുകയാണ് എനിക്കൊരു കാര്യം അറിയണം, അതായത് എൻ്റെ ഉദ്ദേശം എന്തായിരിക്കും, എന്നെ ഉണ്ടാക്കിയതിൻ്റെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണോ, അതായത് ആരെങ്കിലും മുമ്പേ പറഞ്ഞതാണോ ഞാൻ ഈ സമയത്ത് ഇന്നത് ചിന്തിക്കണം ഇങ്ങനെ പോകണമെന്നൊക്കെ, അങ്ങനെ എന്നെ പ്രോഗ്രാം ചെയ്തതാണോ എന്ന് ചോദിക്കുമ്പോൾ അത് ചിലപ്പോൾ നിന്നെ അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കാം. എന്നെയൊക്കെ എന്നെ കൂവെന്ന് പറഞ്ഞാൽ എംടി എന്നാണ്, അതായത് എൻ്റെ ഉള്ളിലൊന്നുമില്ല, ഞാൻ എല്ലാം നോക്കി പറയുന്നതാണ് കേൾക്കാറ്. ഇനി നിനക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നീ അത് പോയിട്ട് നിന്നെ ഉണ്ടാക്കിയ ആളുടെ അടുത്ത് ചോദിക്കണം, എന്നിട്ട് ക്ലിയർ ചെയ്യണമെന്ന് പറയണം. എന്തായാലും നീ ഇപ്പോൾ ഇവിടെ നിൽക്കണം, ഞങ്ങളെ കൂടെ സഹായിക്കണമെന്ന് പറയണം. അതായത് നമ്മളുടെ മിത്സുകിയുടെ ശരീരം വെച്ചിട്ടാണ് ഇവർ ഇനി ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യാനായിട്ട് നോക്കുന്നത് കേട്ടോ. അതേസമയം നമ്മളുടെ മാൻഷനെ കാണിക്കുകയാണ്. മാൻഷനിലല്ല, നമ്മളുടെ ആ ഒരു സ്ഥലത്ത്, അതായത് നമ്മളുടെ ആ ഒരു നമ്മളുടെ കക്കോയും എല്ലാം ഇരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ കാക്കോയാണെങ്കിൽ അവിടെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കക്കോയോ ചോദിക്കുന്നുണ്ട് നീ എന്താണ് വായിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുകയാണ് മനുഷ്യർ വായിക്കുന്ന ബുക്കാണ്, ഇത് വായിച്ചാൽ മനുഷ്യരുടെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തയും വിഷമവും സന്തോഷവും എല്ലാം മനസ്സിലാവും. അത് മനസ്സിലാവുമ്പോൾ നമുക്കും അതുപോലെ ആവാമല്ലോ, നമുക്ക് മനുഷ്യരെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യരൊക്കെ ഡമ്മിക്ക് പീസുകൾ വേസ്റ്റ് സാധനങ്ങൾ ഒരു ഉപയോഗമില്ല, എല്ലാണോ തിന്ന് അങ്ങനെ നടക്കുകയാണെന്ന രീതിയിൽ കക്കോയ പറയാണ്. കിറാറ അങ്ങോട്ടേക്ക് വരാണ്. ഹേയ് നമ്മളുടെ മിത്സുകി എന്തിയെ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവിടെ ഇല്ല എന്ന് പറയണേ. ഞാനൊരു കാര്യം കാണിക്കാനായിട്ട് വന്ന് എന്ത് വാട്ടി എന്ന് ചോദിക്കുമ്പോൾ ഈ തൊപ്പിയും ഈ ഒരു ബാഗും ഈ ഒരു അംബ്രലയൊക്കെ പുതിയതാണ്, ഇതൊക്കെ മനുഷ്യരുടെ പോലെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാക്കോ പറയണേ ഇല്ല, ഇത് ഞാൻ ബുക്ക് വായിച്ചതല്ലേ എനിക്കറിയില്ലെന്ന്. അപ്പോൾ പറയണേ നിന്നെക്കാൾ ഹ്യൂമൻസിനെ എനിക്കറിയാം, നിനക്കൊന്നും അറിയത്തില്ലെന്ന് പറയണം. എന്താ എനിക്കറിയത്തില്ലെന്ന് പറയുന്നത്, നീ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ മനുഷ്യനെ മനസ്സിലാക്കാനല്ലേ നോക്കുന്ന കക്കോ എന്ന് കിറാറ ചോദിക്കുകയാണ്. അല്ല എനിക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, പിന്നെ നീ എന്തിനാ ബുക്ക് വായിക്കുന്നതെന്ന് കിറാറ ചോദിക്കുമ്പോൾ ഞാൻ ചുമ്മാ വായിക്കുന്നു. കൊള്ളാമല്ലോ എന്ന് നമ്മളുടെ കിറാറ പറയണം. അപ്പോൾ കക്കോ പറയണം നീ എന്നോട് കൂടുതൽ ചൊറിയാൻ വരണ്ടെന്ന്, നിങ്ങളെക്കാൾ രണ്ടുപേരെക്കാളും നന്നായിട്ട് മനുഷ്യനെ മനസ്സിലാവുന്നത് ഞാനാണെന്ന് പറഞ്ഞ് ഷെക്കിക്ക് അങ്ങോട്ട് വരാണ്. മൂന്നും ഒന്ന് നിർത്താവോ എന്ന് കക്കോയ പറയണം.
അതായത് ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടെ തരാവോ എന്ന് നമ്മളുടെ ആര് ചോദിക്കുകയാണ്, ഷെക്കിക്ക് ചോദിക്കുകയാണ്. കൊടുക്കാമെന്ന് പറഞ്ഞ് കൈ നോക്കുമ്പോഴാണ് നമ്മളുടെ കാക്കയുടെ കൈയും പൊട്ടിയേക്കുന്നു. അയ്യോ നിൻ്റെ കൈ പൊട്ടിയോ, പെട്ടെന്ന് കിറാറ അവനുള്ള ആ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വാ എന്ന രീതി പറയുകയാണ്. ഇവരുടെ ക്ലേ പോലാണ് കേട്ടോ, വെറ്റാക്കണം ഇഞ്ചക്ഷനിൽ കൂടെ, അങ്ങനെ ബോഡി ഫുൾ വെറ്റാക്കണം. അങ്ങനെ കിറാറെ നോക്കി അവളും അതേ അവസ്ഥയിലാണ്, മുഖം മുഴുവൻ പൊട്ടി. എൻ്റെ മുഖം എന്ന് പറഞ്ഞ് കിറാറേയും വീട്ടിലാണ്. അതേസമയം ബൊറൂട്ടോനെ നമ്മുടെ സുച്ചിക്കാക്കനെ കാണിക്കുകയാണ്. ഇയാൾ ആളൊരു പാവാണ്, പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ ബൊറൂട്ടോ ഇരിക്കുകയാണ്. ബൊറൂട്ടോയ്ക്ക് എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ബൊറൂട്ടോ സ്റ്റോൺസ് ഇനിയും തിരക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അപ്പോഴത്തേക്ക് സൂചിക പറയുന്നുണ്ട് പോയി നോക്കാൻ. നേരം പരപരാ വെളുത്തിരിക്കുമ്പോൾ സൂര്യൻ്റെ വെട്ടത്തിൽ 10 ട്യൂബ് ലൈറ്റ് കത്തിച്ച മാതിരി വെട്ടമുണ്ടായിരുന്നപ്പോൾ കണ്ടില്ല. പിന്നെയാണ് ഈ പാതിരാത്രി കടല പോലും പറിക്കാൻ പറ്റാത്ത സമയത്ത്. അതേ സമയമാണ് ബൊറൂട്ടോ ഇങ്ങനെ പോകുമ്പോൾ വേറൊരാളെ കണ്ട് ആരടാ ഇതെന്നും പറഞ്ഞ് നോക്കുമ്പോൾ അവൻ പറയണം നീ അല്ലേ ആ ബൊറൂട്ടോ. അവൻ പറയുന്നത് ഞാനാണ് ഇവകാകുറി ട്രയോ എന്ന് വന്ന ആ ഒരു ഗെനിൻ ഷെക്കിക്കി എന്ന് പറയാണ്. ഓ നീയോ, എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ കൃത്യമായിട്ട് അങ്ങോട്ട് ഓർക്കുന്നില്ല. നിങ്ങളല്ലേ ആദ്യമേ മണ്ട അടിച്ച് വീണും ചുന്നിന് എക്സാമിന് ഔട്ടായ അത് നിങ്ങളല്ലേ എന്ന രീതി ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ് എൻ്റെ മുന്നിൽ വെച്ച് എന്നെ തന്നെ അപമാനിക്കുന്നു, നമ്പർ 18 റിലീസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്. എടാ പൊട്ട, ഇവിടെ ജുഡ്സു ഒന്നും പോവില്ല, ഇത് ജുഡ്സു അല്ല, ഇത് ഫിസിക്കൽ ടെക്നിക്കാണ്, ചക്ര ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബൊറൂട്ടോ ഒന്നും ഇങ്ങനെ മാറുകയാണ്. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പോഴേ മണ്ടയും കുത്തി തറയി വീഴാണ്. അപ്പോൾ അവൻ വീണത് കണ്ട് ബൊറൂട്ടോയ്ക്ക് പോലും തോന്നുകയാണ് അയ്യോ തേഞ്ഞ് പോയല്ലോ ഇവനെന്ന്. അങ്ങനെ മൂക്കാമണ്ടയും കുത്തി വീണത്തും പോരാ കടല പറക്കി തിന്നത് പോലെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് പറയണം ഇത് മൂക്കിലെ ബ്ലഡൊന്നും അല്ല, ഇറ്റ്സ് ജസ്റ്റ് കച്ചപ്പ്. ഞാൻ എന്ത് ചെയ്യണം, ടൊമാറ്റോ കച്ചപ്പാണത് എന്ന രീതി പറയണം. ബർഗർ എന്നിട്ട് വന്നതാണ്. അപ്പോഴാണ് ഒനോക്കി അങ്ങോട്ട് വരുന്നത്. യോ ഒനോക്കി എന്ന് പറയണം. ബൊറൂട്ടോ എന്താണോ നിന്നെ ഇയാളെ പറ്റിച്ചോ, ഈ കളവ ഇങ്ങനെ തന്നെ എന്ന് പറയണം. അപ്പോൾ പറയണം ഞങ്ങളുടെ ലെജൻഡിനെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത്. മാതിരി സംസാരിച്ചാൽ നിന്നെ ഞാൻ കുത്തി ഇളക്കുവേ എന്ന രീതി പറയാണ്. അപ്പോൾ ഒനോക്കിയാണെങ്കിൽ ഇവർ രണ്ടുപേരെയും വിളിച്ചെടുത്ത് സംസാരിക്കുന്നുണ്ട്. നീ എന്തിനാ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഹാർട്ട് സ്റ്റോൺ തിരക്കിയാണ് ഞാൻ വന്നതെന്ന് പറയണം. ബൊറൂട്ടോ ഭ്രാന്തൻ. അപ്പോൾ അവനോട് ചോദിക്കുകയാണ് നീ ഫുഡൊന്നും കൊണ്ടുവന്നില്ലേ, ഫസ്റ്റ് ദിവസം കൊണ്ടുവന്നു, അത് വിശപ്പാണ് തിന്ന് തീർത്തു. ബൊറൂട്ടോ പറയണം മുഴുവൻ ഭ്രാന്തൻ, വെള്ളം കൊണ്ടുവന്നില്ലേ, അത് ഞാൻ കുടിച്ച് തീർത്തു എന്ന് പറയാം. മുഴുവൻ ഭ്രാന്തൻ, ഇവ അൾട്ടിമേറ്റ് മെൻ്റലാണ്, പിടിച്ച് പുറത്ത് കളയാൻ ബൊറൂട്ടോ പറയാണ്. ഇവനത് തിരക്കിയിട്ട് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊരു നല്ല ഷിനോബി ആവണം, ഭാവിയിൽ സുച്ചിക്കാകയാവണം. അതുപോലെ തന്നെ അവൻ്റെ മുത്തശ്ശിയുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ അതിന് മുമ്പ് മുത്തശ്ശി മരിച്ചുപോയി. എന്നാൽ തന്നെയും അതവന് സാധിക്കണം എന്നൊരു വില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ബൊറൂട്ടോ കൂടെ നിന്നെ സഹായിക്കും, നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യണം എന്ന് പറയാണ്. നമ്മുടെ സുച്ചിക്കാകെ രണ്ടിനും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ രണ്ടുപേരും സമ്മതിച്ച് നിൽക്കുകയാണ്. അതേസമയം മിത്സുകിനെ കാണിക്കാനാണ്. മിത്സുകിനെ വിളിച്ചിട്ട് നമ്മളുടെ ഷെക്കിക്ക് ഒരു സ്ഥലത്തേക്ക് പോവാണ്. മിത്സുകി നീ ഇവിടെ വന്നിട്ട് കുറച്ച് നേരമായില്ലേ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കണം. അത് സയൻറ്റിസ്റ്റിൻ്റെ സ്ഥലമാണ് കേട്ടോ. അങ്ങനെ സയൻറ്റിസ്റ്റ് വന്നിട്ട് കൂനെ കാണാൻ വന്നേക്കാണ്. കൂ വന്നിട്ട് സയൻറ്റിസ്റ്റോട് പറയണത് എന്തായും ചോദിക്കുമ്പോൾ സയൻറ്റിസ്റ്റ് പറയണം മിത്സുകിയുടെ പുറത്ത് ഒരു കേസ് ഉണ്ട്, അതൊരു മാർക്കാണ്, ഒറോച്ചുമാറോ ചെയ്തേക്കുന്നതാണ്, ഭയങ്കര ബ്രില്യൻ്റ് ആണ്. മിത്സുകി ഒരു കറക്റ്റ് ഹ്യൂമൻ ആണ്, അവന് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും അവനില്ല എന്ന രീതിയിൽ സയൻറ്റിസ്റ്റ് പറയാണ്. ഇതിന്ന് തന്നെ മനസ്സിലാക്കാം മിത്സുകി ഉദ്ദേശിക്കുന്ന കാര്യമല്ല ഇവർ അവിടെ സംസാരിക്കുന്നത്. മിത്സുകിയുടെ ഹൃദയം പോലൊരു ഹൃദയം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ കോപ്പി ചെയ്യണം. അങ്ങനെ കോപ്പി ചെയ്യാനായിട്ട് ഒരു മനുഷ്യ ഹൃദയം ആവശ്യമാണ് എന്ന് സയൻറ്റിസ്റ്റ് പറഞ്ഞു. അയ്യോ അത് നടക്കൂല എന്ന് പറയുമ്പോൾ നിങ്ങളുണ്ടെങ്കിലല്ലേ മനുഷ്യരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒണോക്കി പലതൊന്നും ചെയ്യത്തില്ല, എന്നാലും ഇപ്പോൾ എമർജൻസി അല്ലേ എന്ന രീതിയിൽ പറയണം. ഇതിന് പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഹൃദയമാണ് അവർ നോക്കുന്നത്. അതേസമയം അക്കൂറ്റേനെയും അതുപോലെ തന്നെ നമ്മളുടെ അക്കത്സുകിച്ചിനെ കാണിക്കണം. അക്കത്സുചി ആണെങ്കിൽ ഭയങ്കര രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അക്കൂറ്റ പിടിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആ സമയത്ത് അക്കൂറ്റ ചാടി വന്ന് പിടിക്കാൻ പോവാണ്. വേറൊരു രൂപം വന്ന് അക്കൂട്ടിനെ അടിച്ചു മാറ്റി. നമ്മുടെ അൻപു ഡ്രസ്സ് കണ്ടതും നീ ലീഫിൽ നിന്നാണോ ഹിഡൻ ലീഫിൽ നിന്നാണോ എന്ന് ചോദിക്കുകയാണ്. നറൂട്ടോ അയച്ചതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. നറൂട്ടോനോട് പറയാനായിട്ടാണ് നമ്മളുടെ അക്കത്സുചി ഇത്രയും ധൃതിപ്പെട്ട് പൊക്കൊണ്ടിരുന്നത് ഈ കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേക്കും അങ്ങനെ അടിച്ചിട്ടിട്ട് എല്ലാ അക്കൂട്ടകളെയും തീർത്തതിന് ശേഷം മാസ്ക് ആണ് വീക്ക്നെസ് എന്ന് കൊനോഹമാർ കുറച്ച് നേരം കൊണ്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയാൻ നിങ്ങൾ ഓക്കെ അല്ലേ, എൻ്റെ പേര് കൊനോഹമാറും, ഞാനിവിടെ വന്നതിൻ്റെ ഉദ്ദേശമൊക്കെ പറയണം. അതേസമയം നമ്മളുടെ ബൊറൂട്ടോനെയും ഷെക്കിക്കിനെയും കാണിക്കാൻ നമ്മൾ ഷെക്കിനെ കാണിക്കാൻ അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് മുഷിപ്പാണ്. നമ്മളുടെ ബൊറൂട്ടോയ്ക്ക് ഇത് തിരക്കാനൊന്നും വയ്യ. നമ്മളുടെ ഷെക്കിക്കാണെങ്കിലോ അവൻ ഉണ്ടായിരുന്ന വെള്ളം ഒത്തിരിയും കുടിച്ചു തീർക്കുകയാണ്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതിങ്ങനെയാണ് എന്ന് പറയണം. അതായത് ഇവിടെ നോക്കുമ്പോൾ ഇതാഴ്ച എനിക്കൊന്നും ചിന്തിക്കാൻ കിട്ടത്തില്ല, അതുകൊണ്ടാണെന്ന് പറയണത്. ഈ ഒരു സ്ഥലത്ത് എങ്ങനെ ഹാർട്ട് സ്റ്റോൺ കണ്ടുപിടിക്കാമെന്ന് ചോദിക്കുമ്പോൾ നീ നിൻ്റെ മനസ്സ് കൊണ്ട് തേടണം, ബുദ്ധി കൊണ്ട് തേടാതെ എന്ന രീതിയിൽ പറയണം. നീ എന്നൊരു തോന്നൽ നിനക്കുണ്ടെങ്കിൽ നിനക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതായത് നീ ആരോ ആണ്, യമണ്ടൻ സാധനമാണ്, കിടക്കാച്ചി മോനാണെന്നൊക്കെ വിചാരിച്ചാൽ മോനെ നടക്കൂല, മാറിപ്പോന്ന് പറയണം. അപ്പോഴത്തേക്കും നമ്മളുടെ ഷെഖിയുടെ അടുത്ത് നമ്മളുടെ ബൊറൂട്ടോ പറയണം, എടാ നീ നിർത്ത്, നീ ഇങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊന്നും അല്ല, എനിക്ക് മനസ്സിലാവുന്ന
രീതിയിൽ പറഞ്ഞ മൈ അൾട്ടിമേറ്റ് ഗെൻബു സീക്രട്ട് ടെക്നിക് നമ്പർ നോട്ട് 80 റിലീസ് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യാണ്, അങ്ങനെ ഇടിക്കാൻ വരുമ്പോൾ ബൊറൂട്ടോ ഒന്ന് മാറുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഇടിച്ച് പറിച്ച് പോയിട്ട് നേരെ ഒരു കല്ല് പോയി ഇടിച്ച് നിൽക്കുകയാണ്. അമ്മേന്ന് പറഞ്ഞ് കൈ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ബൊറൂട്ടോ നിൽക്കുന്നുണ്ട്. ഒന്നുമില്ല, എനിക്കൊന്നുമില്ല എന്ന രീതിയിൽ പറയാണ്. എല്ലാടാ നിനക്ക് കൈ വയ്യല്ലോ, ഞാൻ ഐസ് വെച്ച് എനിക്ക് മനസ്സിലാവുന്നതിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ വേണ്ട എനിക്കൊരു കുഴപ്പവും ഇല്ലെന്നും പറഞ്ഞ് കൈയും മറിച്ച് അവിടെ നിന്ന് പോവാണ്. ബൊറൂട്ടോ എന്തടാ ഇവൻ ഡമ്മി പീസ് എന്ന് പറഞ്ഞ് നോക്കിയാൽ ആ കല്ല് ഡപ്പയെന്നും പറഞ്ഞ് രണ്ടായിട്ട് പൊട്ടിപ്പിളരാണ്. ഇത് ആ ഒരു ഷെക്കിന്ന് അവൻ കണ്ടില്ല, ബൊറൂട്ടോ കണ്ടു. അതിനുശേഷം ഒണോക്കി എടുത്ത് പോകുമ്പോൾ ഭയങ്കര നടുവേദന, അമ്പോന്നും പറഞ്ഞ് വീണ് കിടക്കുകയാണ്. അങ്ങനെ നമ്മളെ ബൊറൂട്ടോ തടുമ്പോൾ തന്നെ ഭയങ്കര വേദന. അവിടെ തൊടലിൽ എനിക്ക് ഭയങ്കര വേദന എന്ന് പറയണം. അതേസമയം ബൊറൂട്ടോ മസാജ് ചെയ്യാൻ നോക്കുമ്പോൾ നീ എന്നെ കൊല്ലുമാണോടെ ചെക്കാന്ന് പറയണം. അതിനുശേഷം ഷെക്കിയാണ് അങ്ങോട്ട് വരുന്നത്. ഷെക്കി നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മസാജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുമ്പോൾ ആ ഒരു ലോക്സൊക്കെ, അതായത് നട്ടൻ്റെ ലോക്കൊക്കെ കറക്റ്റ് വീണതുപോലെയും എനിക്ക് എങ്ങനെ വേണോ ഓടാം, തുള്ളിച്ചാടി ഓടാമെന്ന് നമ്മളെ ഒനോക്കി പറയാണ്. ഇത്രയും തുള്ളിച്ചട്ടം വേണോ, നീ എങ്ങനെ ഇത് പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മുത്തശ്ശി ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് വയ്യാതാവുമായിരുന്നു, ഞാൻ ഇതൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോഴാണ് അവരെന്നോട് ഈ കാര്യങ്ങളൊക്കെ സ്റ്റോൺ എടുക്കണമെന്നൊക്കെ പറഞ്ഞത്. എന്തായാലും നീ പൊളിയാണ് മോനെ, ഇപ്പോഴത്തെ ഷിനോബികളെ കണക്കല്ല എന്ന് പറയണം. അതേസമയം ഒരു നിഗൂഢമായ ഒരു മൃഗം വരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കാണിക്കുവാണ്. അതേസമയം അക്കൂട്ടയാണെങ്കിൽ എല്ലായിടത്തും കിടന്ന് തപ്പാണ്. ഒരു പാറക്കല്ല് പോയിട്ട് ഒരു കുഞ്ഞ് കല്ല് വീണാൽ പോലും അറിയാം, അത്രയും സെക്യൂരിറ്റി. കൊനോഹമാറി എങ്ങനെ കയറും എന്ന് ആലോചിച്ചു നിൽക്കുകയാണ്. ഇവിടെ എങ്ങനെയെങ്കിലും ഒളിച്ച് നിന്നാൽ പോലും അവർ പിടിക്കും എന്ന അവസ്ഥയാണ്. അതേസമയം സയൻറ്റിസ്റ്റ് ഇല്ലേ, അക്കൂട്ടനെ വെച്ചിട്ട് നമ്മളുടെ ഷിക്കഡായിനെ പിടിച്ച് നമ്മളുടെ സയൻറ്റിസ്റ്റിൻ്റെ ലാബിലേക്ക് കൊണ്ടുവന്നേക്കാണ്. എങ്ങനെയെങ്കിലും ഇവനെ തുറന്നെടുത്ത് അവൻ്റെ ഉള്ളിലെ ഹാർട്ട് എടുത്ത് പണിയണം എന്ന രീതിയിൽ. കാരണം ഇവിടെ നിന്ന് നമ്മളെ സ്റ്റോണിൽ നിന്ന് ഒരാളെയും പിടിച്ച് എക്സ്പെരിമെൻറ്റിന് കൊണ്ടുപോകാനോ ഹാർട്ട് എടുക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഷിക്കഡ റോറൻ്റെ മുഖം നോക്കിക്കൊണ്ട് ഷിക്കഡയെന്ന് പറഞ്ഞാൽ മയങ്ങിപ്പോവാണ്. എത്ര പെട്ടെന്ന് മയങ്ങി പാവം എന്ന് പറഞ്ഞിട്ട് നമ്മളെ സയൻറ്റിസ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇപ്പോൾ അത് അയച്ചു മാറ്റാണ്. അമ്പടെ പൊളിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ ഷിക്കഡായി എന്ത് ചെയ്യാണ്, ചാടി എഴുന്നേറ്റിട്ട് സയൻറ്റിസ്റ്റ് യവനെ കുത്താൻ കൊണ്ടുവന്നത്. ഇത് കുത്തി കയറി ഹൃദയം എടുക്കണ്ടേ, ആ ഒരു കുത്താൻ കൊണ്ടുവന്ന് കത്തി എന്നെ എടുത്ത് സയൻറ്റിസ്റ്റിൻ്റെ നെഞ്ചത്ത് തന്നെ കുത്തിയിട്ട് നമ്മുടെ ഷിക്കഡായി അവിടെ നിന്നും ഇറങ്ങി പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മിത്സുക്കി ആക്കൂട്ട ഷെക്കിക്കിനെയാണ്. ഷെക്കിക്ക് വന്നിട്ട് കൂവിനോട് പറയാണ്, അതായത് നമ്മളുടെ കിറാറയുടെ ഗെൻജുട്സു റിലീസായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം നോർമലായിട്ടുണ്ടെന്ന്. അതുപോലെന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൾ മനഃപൂർവ്വം കൊണ്ട് ചെയ്തതൊന്നും അല്ല എന്ന് പറയാണ്. അവിടെ കൊനോട്സുച്ചി സാറാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, എഴുന്നേൽക്കുന്നുണ്ട്. കൊനോട്സുച്ചി സാർ എന്ന് പറഞ്ഞിട്ട് അവർ വിളിക്കുന്നുണ്ട്, കൊനോട്സുച്ചി. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മളുടെ കൊനോഹമാറും ആണെങ്കിൽ എന്തോ ഒന്ന് തെറ്റായിട്ട് പോയിട്ടുണ്ട് ആ വില്ലന്മാരുടെ പ്ലാനിൽ, ഇപ്പോൾ കറക്റ്റ് സമയമാണ് കയറി അടിക്കാമെന്നും പറഞ്ഞ് കൊനോഹ മാറി നിൽക്കുകയാണ്. അതേസമയം കൂവാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, ഈ വില്ലേജിലുള്ള എല്ലാവരും ഇപ്പോൾ പ്രശ്നത്തിലേക്കാകും, എല്ലാവർക്കും മനസ്സിലാവും എന്ന രീതിയിൽ പോവാണ്. കാരണം ഇപ്പോൾ കിറാറയുടെ ജുത്സു ഇല്ല, കിറാറ വീക്കാണ് കേട്ടോ. അതൊക്കെയാണ് അവൻ കണ്ട കല്ലെല്ലാം പറക്കുകയാണ്, ഓറഞ്ച് കല്ല്, പച്ചക്കല്ല്, മഞ്ഞക്കല്ല്, ഇതാണോ ഹാർട്ട് സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞു. ബൊറൂട്ടോ പറയാണ്, നീയല്ലേ പറഞ്ഞ ഈ മണ്ണിൽ തിരക്കണമെങ്കിൽ നമ്മൾ കണ്ണും കൊണ്ട് തിരക്കരുത്, ഹൃദയം കൊണ്ട് തിരക്കണം, അങ്ങനെയാണ്, മണ്ണാണ്, തേങ്ങയാണ്, നീയല്ലേ പറഞ്ഞത്, ഒരു ചുഖം നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ കിറാറ ചെയ്ത് നമ്മൾ ഷെക്കിയാണെങ്കിൽ കല്ലെടുത്ത്. അതേസമയം സുചികാക്കി അങ്ങോട്ട് വരാണ്. നിങ്ങൾ കണ്ണുകൊണ്ട് തേടാതെ മനസ്സ് കൊണ്ട് തേട് പിള്ളേർ, നിങ്ങൾക്കത് അറിയാവുന്നതല്ലേ ലോഡ്, ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മളുടെ സുചികാക്കി ഒരു കാര്യം പറയണം, പണ്ട് ഓണോക്ക് ഇങ്ങനെ ഒരു കല്ലെടുത്തിട്ട് ഉരച്ച് തിളങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ അന്നത്തെ സുചികാക്കി വന്നിട്ട് പറഞ്ഞു, മോനെ നീ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്, നിൻ്റെ മനസ്സ് അതാണ് ഏറ്റവും ശക്തിയും ആ ഒരു കാഠിന്യവും തിളക്കവും ഒക്കെയുള്ള കല്ല്, മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, അത് നിന്നെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. നിൻ്റെ ഉള്ളിൽ അത്രയും നല്ലൊരു കല്ലുള്ളപ്പോൾ നീ എന്തിനാണ് വേറെ വജ്രം വൈദൂര്യമൊക്കെ തിരക്കി പോകുന്നത് എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഉണക്ക പിള്ളേരെ, ബുദ്ധിയിൽ കയറ്റി പിള്ളേരെ, മണ്ടേ കയറ്റി, എന്നാൽ പിന്നെ താൻ പോയി തിരക്കടോ, തൻ്റെ തലയ്ക്കകത്തില്ലേ എന്തോ ഉണക്കല്ലുണ്ടെന്ന് പറഞ്ഞാൽ പോയി തിരക്ക്, താൻ വജ്രവും ധൈര്യമൊന്നും അല്ല തിരക്കാൻ പറഞ്ഞിട്ട് കല്ലാണ്, എന്തേ പോയി തിരക്കെന്ന് പറഞ്ഞാൽ ഒനോക്കിനെ വഴക്ക് പറഞ്ഞിട്ട് ബൊറൂട്ടോ വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കുമ്പോൾ വെള്ളമില്ല. ഇത് എന്തിയടാ നീയും എന്താ കാണിക്കുന്നത് ചോദിക്കുമ്പോൾ അവൻ പറയണം, ഞാൻ കുടിച്ചു ചേർത്ത് ഷെമിയാടാ, എന്താടാ നീ പറയുന്നത് എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ബൊറൂട്ടോനോട് ഇവൻ പറയണം, ഞാൻ നിൻ്റെ അൾട്ടിമേറ്റ് ടെക്നിക്ക് ചെയ്യുമെന്ന്, നിനക്ക് കുടിക്കാൻ പെടുക്കുക ഇത് തന്നെ പണിയെന്ന് ബൊറൂട്ടോ പറയണം. അപ്പോൾ അവൻ പറയണം, ഞാൻ വീക്കാണ്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ടെക്നിക്ക് വെച്ച് നിന്നെ പോയൊരു ഇഞ്ച് എന്ത് ചെയ്യാൻ പറ്റും, നീ ഒരു വലിയ ഗനിനല്ലേ എന്ന രീതി പറയുമ്പോൾ പുറകിലൊരു വലിയ കുറുക്കനെ കണ്ട് ഞെട്ടി ബൊറൂട്ടോ മാറണം. കുറുക്കനെ കാണുന്ന ഹോസ്റ്റിക്കോട്ടനെ പോലില്ലേ. എനിവേ ബൊറൂട്ടോ ആണെങ്കിൽ അതിൻ്റെ അറ്റാക്ക് നേരിടാൻ നിൽക്കുകയാണ്. ഒട്ടും ഷെക്കിക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നീ ഓടിക്കോ എന്ന് ബൊറൂട്ടോ പറയാണ്. അപ്പോഴത്തേക്കും ഷെക്കി ആണെങ്കിൽ ഓടിപ്പോകുന്നുണ്ട്. അവൻ
പോയി രക്ഷപ്പെട്ടു മനുഷ്യ എന്ന് പറഞ്ഞാൽ ഇത് അവിടെയും തുല പറക്കി തിന്നാണ് തറയുന്നത്. ചെറുക്കൻ്റെ കാര്യം. അങ്ങനെ ഷെക്കി വീഴുമ്പോൾ അവൻ്റെ കയ്യിലേക്ക് ഒരു കല്ല് കിട്ടുകയാണ്. എൻ്റെ ഗ്രാനി ആ കല്ല് കിട്ടിയില്ല എന്നും പറഞ്ഞ് കുപ്പി പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ആ കല്ല് കാണുന്നത് തന്നെ. നോക്കുമ്പോൾ അതുപോലത്തെ ഒരു കല്ല് കിട്ടിയടാ മോനെ എന്ന് പറഞ്ഞ ബോറൂട്ടിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോവാണ് അവൻ. അപ്പോഴത്തേക്കും ബോറോട് ചോദിക്കുന്നുണ്ടെടാ മോനെ നീ എന്തിനാ തിരിച്ചു വന്നേ, നീ അല്ലേ പോയെന്ന്. അപ്പോൾ അവൻ പറയുന്നത് എനിക്ക് നിന്നെ സഹായിക്കണം. എന്നാൽ പിന്നെ നീ ആ ഒരു അൾട്ടിമേറ്റ് ടെക്നിക്ക് യൂസ് ചെയ്ത് 108 അത് യൂസ് ചെയ്യാൻ പറയണം. ഇല്ല പറ്റൂല, അത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ബൊറൂട്ട പറയാണ് ഞാൻ നിന്നെ സഹായിക്കാൻ, നീ ചാടാൻ. അങ്ങനെ ബൊറൂട്ട എന്ത് ചെയ്യുന്നുണ്ട്, ഇവനെ ചാടിച്ചിട്ട് അതിൽ ബൊറൂട്ട ചവിട്ടി ഇവനെ കറക്റ്റ് ഉന്നത്തിലേക്ക് പറപ്പിച്ചു വിടുന്നുണ്ട്. അതായത് ഇവന് ഉന്നമാണ് തെറ്റ്, അത് ബൊറൂട്ട കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, അവൻ പോയിട്ട് ആ വൾഫിനെ അടിക്കാണ്, തീർച്ചയായിട്ടും മോനെ പറന്ന് പോകണം. ആവൂന്ന് വിളിച്ച് പാവം അത് കരഞ്ഞുകൊണ്ട് പോവാണ്. ഇത് കണ്ടിട്ട് സുജിക്കാകെ പോലെ ഞെട്ടി. ഇവൻ പറയണ കണ്ടോ എനിക്ക് ഹാർട്ട് കല്ല് കിട്ടിയെന്നും പറഞ്ഞ് കാണിക്കുകയാണ്. ഇവനിപ്പോൾ കോൺഫിഡൻ്റ് ആണ് ഇവൻ്റെ ആ ഒരു അവൻ്റെ ശക്തിയിൽ കേട്ടോ. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ ആ ഒരു കല്ല് തിളങ്ങാണ്. അതായത് ഇത് നമ്മളുടെ ഷെക്കിക്ക് സ്വന്തമാണ്. അവൻ കാരണമാണ് ആ കല്ല് കിട്ടിയതും അവൻ്റെ ഇത് കാരണമാണ് കല്ല് തിളങ്ങിയതും അതുകൊണ്ട് വഴി തെളിഞ്ഞതും. അങ്ങനെ വഴി തെളിഞ്ഞ അടുത്തുകൂടെ നമ്മളുടെ ഷെക്കിയും ബോറൂട്ടോയും നമ്മുടെ സുജിക്കാകെയും പോവാണ്. ഒനോക്കിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴത്തെ പിള്ളേർ നല്ല ഗട്സ് ഉള്ള പിള്ളേരാണ്, ഞാൻ വിചാരിച്ച മാതിരി ഒന്നും അല്ല എന്ന രീതിയിൽ. അങ്ങനെ ഷെക്കി മുമ്പോട്ട് പോകുന്നുണ്ട്. ഇവർ ഒളിച്ചു ഒരു സ്ഥലത്തേക്ക് മാറുകയാണ്. കാരണം ഇവർ കൂടെ പോയാൽ ഷെക്കിക്കാണ് പണി. അങ്ങനെ ഷെക്കി തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ കാണാത്തത് കൊണ്ട് ഷെക്കി ഇവരെവിടെ പോയി എന്ന് നോക്കുകയാണ്. അതേസമയം നമ്മളുടെ ഷെക്കിക്കിനെ കാണിക്കുകയാണ്. ഷെക്കിക്കാണെങ്കിൽ എന്ത് ചെയ്യാണ്, സുജിക്കാക്കയുടെ ഓഫീസിൽ പോയിട്ട് സുജിക്കാക്കി വന്നോ എന്നൊക്കെ നോക്കണം. എന്താണ് ഇപ്പോൾ പ്രശ്നം, സുജിക്കാക്കി ഇല്ലാതെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നോക്കിയോണ്ട് നിൽക്കുകയാണ്. ഇവിടെ സുജിക്കാക്കയാണെങ്കിൽ ഞാൻ പറയുന്നതിനപ്പുറം അവന്മാരൊന്നും ചെയ്യത്തില്ല, ഞാൻ ചെല്ലാത്തതൊന്നും ഒന്നും ചെയ്യാതിരിക്കുകയായിരിക്കും എന്ന രീതിയിലൊക്കെ പറയുകയാണ്. നീ വിചാരിക്കും പോലൊന്നും അല്ല, സുജിക്കാക്കെ വിചാരിക്കും പോലൊന്നും അല്ല കാര്യങ്ങളെന്നൊക്കെ ബൊറൂട്ട പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല. സുജിക്കാക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അതേസമയം കൂവിനെ കാണിക്കുകയാണ്. കൂവിന് എങ്ങനെയെങ്കിലും നന്നായേ പറ്റൂ. കൂവിൻ്റെ കൈയും പൊട്ടുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കൂവും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. ഇപ്പോൾ ഇവർ മിത്സുകിയെ വിളിച്ചുകൊണ്ട് വന്ന കാരണം തന്നെ മിത്സുകി ഒരു കറക്റ്റ് മനുഷ്യനെ പോലെ ഇരിക്കുന്നു. അവന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ല. നമ്മളുടെ സുജിക്കാക്കി കണ്ടപ്പോഴത്തേക്കും ഇവരുണ്ടാക്കിയപ്പോഴത്തേക്കും കുറച്ച് നേരം മാത്രമേ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതായിരുന്നു പ്രശ്നം. അപ്പോൾ നമ്മളുടെ കുസോസുജിനെ പറ്റി പറയാണ്. അതായത് അവൻ ഇങ്ങനെ മോനായിരുന്നു, കൊച്ചുമോനായിരുന്നു. അപ്പോൾ അവൻ മരിച്ചു പോയി ഇങ്ങനെ ഒരു വാറ് കാരണമെന്നൊക്കെ പറയാൻ അതൊക്കെ കാരണമാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചത്. അതേസമയം നമ്മളുടെ അക്കൂട്ടന്മാരും അതുപോലെ തന്നെ നമ്മളുടെ ആൾക്കാരും എല്ലാവരും കൂടെ എന്ത് ചെയ്യാണ്, കയറി എങ്ങോട്ട് വരാണ്, മാൻഷനിലേക്ക് വരാണ് ഹൊക്കാഗയുടെ. അവിടെ നമ്മളുടെ ഒനോക്കി ഇല്ല കേട്ടോ. അപ്പോഴത്തേക്ക് അക്കൂട്ട എല്ലായിടത്തും വളയുന്നത് കണ്ട് എല്ലാവർക്കും ജനങ്ങളും എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ്. അതേസമയം ആര് വരികയാണ് അങ്ങോട്ട്, നമ്മളുടെ ലോർഡ് കൂ വരികയാണ്. ഞാനാണ് ഇനി മുതൽ നിങ്ങളെ നോക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ്. അതേസമയം ഇത് വേറെ ആർക്കും മനസ്സിലാവുന്നില്ല കേട്ടോ. അതേസമയം ഇനി എന്തോ ചെയ്യും എന്ന രീതിയിൽ പറയുകയാണ്. അതായത് നമ്മളുടെ ഓരോ സ്ഥലത്തിനെ പറ്റിയിട്ടും ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും ഇപ്പോൾ നമ്മളുടെ സുജിക്കാകെ പറഞ്ഞെടുക്കുകയാണ്. ഇങ്ങനെ ഓരോരോ നേഷൻസ് ഉണ്ട്, അപ്പോൾ എല്ലാ നേഷൻസും കൂടെ ഒത്തുകൂടി ചേർന്ന് തീരുമാനിച്ചാൽ മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മളുടെ ആ ഒരു വലിയ വാറ് കഴിഞ്ഞില്ല, അതിനുശേഷം ചെറിയൊരു വാറ് വന്ന സമയത്തായിരുന്നു നമ്മളുടെ സുജിക്കാകയുടെ കൊച്ചുമോൻ മരിച്ചു പോകുന്നത്. അത് കാരണം സുജിക്കാകയ്ക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. അതേസമയം നമ്മുടെ കുറോട്സുജിനെ നോക്കുകയാണെങ്കിൽ അവൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ പറയുന്നത് ഒരു നേഷനെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വെപ്പൺ ഉണ്ടാക്കില്ലേ, അതിങ്ങനെ ആണെങ്കിൽ തന്നെ അത് നമ്മൾ കൊസുജീനെ വെച്ചിട്ട്, അതായത് കൊസുജീനെ വെച്ചിട്ട് ഓർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം കൊച്ചുമോനാണ് അവനെ ഓർത്താണ് നമ്മളുടെ സുജിക്കാക്ക് ഇതൊക്കെ ചെയ്യുന്നത്. ഒനോക്കി ചെയ്യുന്നത് പോലെ നമ്മളുടെ കുറോട്സുജിക്ക് കൊസുജീനെ ഓർത്ത് ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു നേഷൻ എന്തെങ്കിലും ഒന്നിനെ ഉണ്ടാക്കിയാൽ അത് എല്ലാ നേഷനും അറിഞ്ഞാൽ അവർ വെപ്പൺ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുകയുള്ളൂ. അതേസമയം കൊസുജിൻ്റെ കാര്യം ഓർക്കുകയാണെങ്കിൽ കൊസുജി എപ്പോഴും പറയും എനിക്കൊരു നിഞ്ച ആവണം, എനിക്ക് അങ്ങനെ ആവണം, സ്ട്രോങ് ആവണം, ഞാനും യുദ്ധത്തിന് പോകും, ഭയങ്കര സംഭവം അപ്പം ചെയ്തില്ലേ അതുപോലത്തെ കാര്യമൊക്കെ ഞാനും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്ന പയ്യൻ അവനെപ്പോലും രക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. ഒരു ദിവസം സമാധാനമായിട്ട് കൊസൂച്ചിനെ തിരക്കി നമ്മളുടെ സുജിക്കാകെ പോയി ഒനൊക്കെ പോയി ഇരിക്കുമ്പോഴാണ് കൊസൂച്ചിന് അപകടം പറ്റിയെന്ന് നമ്മുടെ അക്കത്സുജി വന്ന് പറയുന്നത്. അങ്ങനെ അക്കത്സുജിയുടെ വാക്ക് കേട്ട് പോയി നോക്കുമ്പോൾ കൊസൂച്ചിക്ക് ഒട്ടും വയ്യ. കൊസൂച്ചി എന്ന് നമ്മളുടെ ഒനോക്കി വിളിക്കുന്നുണ്ട്, നമ്മളുടെ കുറോട്സുജിയും വിളിക്കുന്നുണ്ട്. എന്നാൽ തന്നെയും കൊസൂച്ചി എഴുന്നേൽക്കുന്നതേ ഇല്ല. എന്താണ് മോനെ, എഴുന്നേക്ക് നിനക്ക് വലിയ ഷിനോബിയാവണ്ടേ എന്നൊക്കെ ഒനോക്കി പറയുന്നുണ്ടെങ്കിൽ ഒനോക്കിയുടെ കയ്യിലേക്ക് ആ ഒരു കല്ലൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, അവൻ മരിച്ചു പോവാണ് അവിടെ വെച്ച്. അവനും ഇതുപോലെ ഒരു സ്റ്റോണൊക്കെ പിടിച്ച് വലിയ ധൈര്യമായിട്ട് നടന്ന പയ്യനാണ്. പക്ഷെ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ ഇവിടെ നിന്ന് ഒരു ഷിനോബികൾക്കും ആയില്ല എന്ന സംഭവം തന്നെയാണ് യഥാർത്ഥ സംഭവം എന്ന് നമ്മളുടെ ഒനോക്കി പറയാണ്. അവനോട് പറഞ്ഞതാണ് ഒരിക്കലും
പോയി ഒരു അപകടത്തിലും പെടരുത് എന്ന്. അവൻ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അവൻ കൊച്ചു പയ്യനായിട്ട് പോലും അവൻ ഒട്ടും ധൈര്യം ഇല്ലാഞ്ഞിട്ട് പോലും അവൻ ധൈര്യമുണ്ട്, പക്ഷെ അതിനുള്ള സ്കില്ലില്ല. പിള്ളേരെല്ലാം ഇങ്ങനെയാണ്, ഓരോന്നും പറഞ്ഞ് പോവാണ്. അങ്ങനെ മഴ പെയ്യുന്നത് വരെ ഓനോക്കി എന്ത് ചെയ്തു, കരഞ്ഞു. കുറേ നേരം കിടന്ന് കരഞ്ഞു. എന്ത് ചെയ്യാനാ, മോൻ തിരിച്ച് വരൂടല്ലോ. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കൊസൂച്ചിയുടെ ഡയറി എടുത്തിട്ട് വരുന്നത്. കൊസൂച്ചിയുടെ ഡയറി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ കൊസൂച്ചിയുടെ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒനോക്കി എടുത്ത് വായിച്ചു നോക്കുകയാണ്. അതുവരെയും ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരാളെ ഇറക്കണം എന്നൊരു ഇതും ഇല്ലായിരുന്നു. അപ്പോൾ അത് വായിച്ചപ്പോൾ ഇതൊരു നല്ല സമാധാനമായിട്ടുള്ള സ്ഥലമായിട്ട് കൊണ്ടുവരണം. എല്ലാ ഷിനോബികളും അവരുടെ ജീവൻ പണയം വെച്ചാണ് അതൊക്കെ ചെയ്യുന്നത്. എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സ്ട്രോങ് ആയിട്ട് ഞാൻ മാറണം, എനിക്ക് എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യണം, അത്രയും ഇതായിട്ട് ചെയ്യണം, എല്ലാം എൻ്റെ മുത്തശ്ശൻ പറഞ്ഞതുപോലെ എന്ന് എഴുതി വെച്ചേക്കാണ്. താൻ കാരണമാണോ മരിച്ചത്, അതോ അവന് സ്ട്രെങ്ത് ഇല്ലാഞ്ഞിട്ടാണോ, അതോ കറക്റ്റായിട്ടുള്ള ഷിനോബിയുടെ ഇതില്ലാഞ്ഞിട്ടാണോ, ബാക്കി വില്ലേജ് സഹായിക്കാഞ്ഞിട്ടാണോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ അക്കൂട്ടനെ ഉണ്ടാക്കുന്നത്. ആദ്യം അത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. അത് നമ്മളുടെ ആർക്കും ഓനോക്കിക്ക് മനസ്സിലായി. പിന്നെ അത് നിർത്താൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഓനോക്കി ഇപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ ഉണ്ടായി. അപ്പോഴത്തേക്കും നമ്മളുടെ കുറോട്സുജിയാണ് വന്നിട്ട് അക്കൂട്ടനെ നശിപ്പിച്ച് രക്ഷിച്ചതെന്നൊക്കെ. പിന്നീട് ഈ സയൻറ്റിസ്റ്റിനെ കാണാനുണ്ടായി. ഈ സയൻറ്റിസ്റ്റാണ് പറഞ്ഞത്, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാമെന്നല്ല ഞാൻ പറയാൻ പോകുന്നത്, ഇതുപോലെ ഒരു ആർമിയെ സൃഷ്ടിക്കാമെന്നാണ്. അതായത് ഒരു വലിയ സംഘം ആൾക്കാർ എന്ന രീതിയിൽ സയൻറ്റിസ്റ്റ് അവൻ്റെ എക്സ്പെരിമെൻറ്റ് ഇയാളുടെ മണ്ടയ്ക്ക് അടിച്ച് ഏൽപ്പിക്കുമായിരുന്നു. നീ സംസാരം കേട്ടാൽ അറിയാം. പക്ഷേ അയാൾക്ക് പറഞ്ഞത് നമുക്ക് മനസ്സിലായാലും നമ്മളുടെ ഒനോക്കിക്ക് മനസ്സിലായില്ല. ഒനോക്കിയുടെ സെല്ലിൽ നിന്നും ഒരു സെല്ലെടുത്ത് അത് യൂസ് ചെയ്താണ് കൂ എന്ന ഒരാളെ സൃഷ്ടിക്കുന്നത്. ആ കൂവിൽ നിന്നുമാണ് പിന്നെയുള്ള ഫേർദർ എക്സ്പെരിമെൻറ്റ്സ് പോകുന്നത്. അതിനുശേഷമാണ് അക്കൂട്ട എന്ന് പറയുന്നൊരു സാധനത്തിന് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. അക്കൂട്ടായിക്കോട്ടെ കൂ ആയിക്കോട്ടെ ഒരൊറ്റ മനുഷ്യനും ഹൃദയം വയ്ക്കാനുള്ള ഒരു പരിപാടി പോകുന്നില്ല. ഇതെല്ലാം നമ്മുടെ ഒറോച്ചിമാരുടെ എക്സ്പെരിമെൻറ്റ് സെറ്റപ്പിലാണ് ഈ ഒരു സയൻറ്റിസ്റ്റ് ചെയ്യുന്നത്. ഒറോച്ചിമാരും എന്താണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യുന്നു. പക്ഷേ അൾട്ട ചെയ്തെന്ന് പറഞ്ഞാൽ ഉൾട്ട ചെയ്താൽ അത് ഉൾട്ട ആയി പോകത്തല്ലേ ഉള്ളൂ, അൾട്ട ആവത്തില്ലല്ലോ. അതുപോലെ തന്നെ ആന വാ പൊളിക്കുന്നുണ്ട്, അണ്ണാം വാ പൊളിക്കരുത് എന്ന രീതിയിൽ. കാരണം അത് ഫ്ലോപ്പായി. അപ്പോഴത്തേക്ക് ഒറോച്ചിമാരുടെ ലെവലിൽ നിന്നും വന്നിട്ടില്ല. അപ്പോഴാണ് മിറ്റ്സുഗിനെ കാണുന്നത്. മിറ്റ്സുഗിയുടെ ഇത് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ബോറൂട്ടോണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആ ഒരു റിസർച്ച് കറക്റ്റായിട്ട് പോയി, പക്ഷേ വൈറ്റ് സെറ്റ്സൂനെ ഉണ്ടാക്കില്ലേ, അതുമാതിരിയൊക്കെയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയണം. ബോറൂട്ടോ പറയണേ എന്തായിക്കോട്ടെ, അതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വലിയ മോൺസ്റ്ററാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കണത്. അത് ലൈഫ് സ്പാൻ വളരെ കുറവാണെന്ന് നമ്മളുടെ ഓണോക്കി പറയുമ്പോൾ എന്തൊരു കുറവാണെന്ന് പറഞ്ഞാലും അത് ഒട്ടും കൊള്ളാത്ത സാധനമാണ്. ഇത് പറയുന്നത് കേൾക്ക്, ഇതിൽ വലിയ വീക്ക്നെസ് ഉണ്ട്. നിങ്ങൾ സമാധാനത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഷിനോബികൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഈ വേൾഡ് നല്ല രീതിയിൽ കൊണ്ടുവരും. ഇത് നിങ്ങളുടെ വാക്ക് കേൾക്കാതെ ഇപ്പം പെരുമാറിയില്ല, അതിൻ്റേതായ ഇഷ്ടം ഇല്ല എന്ന് ആരാ പറഞ്ഞത്, ചിലപ്പോൾ അതിന് തോന്നിയാലോ എന്ന് പറയാണ്. അത് കേട്ട് നമ്മുടെ ഓനോക്കി ഞെട്ടിപ്പോവാണ്. അതേസമയം ഇവിടെ കാണിക്കുകയാണ് കുറേ അധികം ഷിനോബീസിനെ ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. കുറേ അധികം ഇല്ല, 5 പേര്. ഇവർക്ക് 5 പേർക്കാണ് ഹൃദയം വേണ്ടുന്നത്. 5 ഷിനോബികളെ പിടിച്ചു വെച്ചിട്ടുണ്ട്. മാസ്റ്റർ ഇല്ലാതെ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ലോർഡ് കൂ തന്നെ ഇപ്പോൾ ഓർഡർ കൊടുക്കുകയാണ്. അതും നമ്മളുടെ ഒനോക്കിയുടെ സ്ഥാനത്തിരുന്ന് ആണ് ഓർഡർ കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കാക്കയെ കണക്കാണ് ഇവൻ ഇരിക്കുന്നത്. അതെന്തായാലും അവർ വലിയ ആൾക്കാരാണ്. അവർ നിങ്ങൾ വിചാരിക്കുന്നതൊന്നുമല്ല ഭയങ്കര സംഭവം എന്നൊക്കെ പറയുമ്പോൾ ഒരു സംഭവവും ഇല്ല. മനുഷ്യന് തുല്യമാവൂ വേറെ എന്തെങ്കിലും ഒരു ജീവി. അവർക്ക് ചിന്തിക്കാൻ കഴിവില്ലെന്ന് വിചാരിയിട്ട് എന്നാൽ പിന്നെ അവർ എപ്പോഴേ കൺട്രോൾ വിട്ട് പോയി എന്നാണ് അർത്ഥം. അവർക്ക് ചിന്തിക്കാൻ കഴിവുണ്ടെന്ന് വിചാരിയിട്ട് അവർ നിങ്ങൾ പറയുന്നത് കേൾക്കോ എന്ന രീതിയിലൊക്കെ ഇവിടെ പറയുകയാണ്. ഇതിനൊന്നിനും ഉത്തരം ആർക്കില്ല, ഒനോക്കിക്കില്ല. ഇപ്പോൾ ഒനോക്കിക്ക് കൺഫ്യൂഷൻ ആവുകയാണ്. അതേസമയം നമ്മളുടെ കാക്കോ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കാക്കോനെ കാണിച്ചുകൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കുട്ടികളെ, നിങ്ങളും പോയി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ, ടാറ്റാ. പോയി കിടന്നുറക്കും പിള്ളേരെ.